കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. നമ്മൾ ഉച്ചയ്ക്ക് കഥ പറഞ്ഞ് നിർത്തിയത് ദക്ഷചരിതം വരെയുള്ള ഭാഗമാണ്. അതിനുശേഷം വീണ്ടും സ്വയംഭൂമനുവിൻ്റെ വംശപരമ്പരയെ മുന്നോട്ട് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് ഇപ്പോൾ 3 പെൺകുട്ടികളുടെ കഥ, ആഹൂതി, ദേവഹൂതി, പ്രസൂതി എന്ന് പറഞ്ഞ 3 പെൺകുട്ടികളുടെ കഥ പറഞ്ഞതിന് ശേഷം 2 പുത്രന്മാരാണ് സ്വയംഭൂമനുവിനെ എന്ന് പറഞ്ഞു. മൂത്ത പുത്രൻ പ്രിയവ്രതൻ, രണ്ടാമത്തെ പുത്രൻ ഉത്താനപാദൻ. അതിൽ രണ്ടാമത്തെ പുത്രനായിട്ടുള്ള ഉത്താനപാദന്റെ കഥയെയാണ് ആദ്യം ഇവിടെ വിവരിക്കുന്നത്. സ്വയംഭൂമനുവിന്റെ രണ്ടാമത്തെ പുത്രനായിട്ടുള്ള ഉത്താനപാദൻ ഭഗവാന്റെ തന്നെ അംശങ്ങളായിക്കൊണ്ടാണ് പ്രിയവ്രതനും ഉത്താനപാദനും ജനിച്ചിരിക്കുന്നത് എന്നൊക്കെ ഭാഗവതം തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഉത്താനപാദ മഹാരാജാവിൻ്റെ കഥയാണ് ധ്രുവചരിത്രത്തിൽ കൂടി ഇനി നമുക്ക് കാണുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന ചതുർബല പുരുഷാർത്ഥം, ഈ 4 പുരുഷാർത്ഥങ്ങളെ മനസ്സിലാക്കി തരുവാനായിക്കൊണ്ട് ചതുർത്ഥ സ്കന്ധത്തിലെ 4 കഥകൾ. ധർമ്മത്തിനെ മനസ്സിലാക്കി തരാനായിക്കൊണ്ട് ദക്ഷചരിതം, അർത്ഥത്തിനെ മനസ്സിലാക്കി തരാനായിക്കൊണ്ട് ധ്രുവചരിതം, കാമത്തിനെ മനസ്സിലാക്കി തരാനായിക്കൊണ്ട് പൃഥ്വിചരിതം, മോക്ഷത്തിനെ മനസ്സിലാക്കി തരാനായിക്കൊണ്ട് വ്യഞ്ജനോപാഖ്യാനം. ഈ 4ഉം നമ്മൾ നേടേണ്ടതായിട്ടുള്ള പുരുഷാർത്ഥമാണ്. ഇനി ഇത് നമുക്ക് നേടാൻ കഴിയോ എന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട. നേടിയവരെ ഈ 4ഉം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന ഈ 4ഉം നേടിയതായിട്ടുള്ളവരുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ പ്രജേതസ്സുകൾ. അവരുടെ കഥയെ അവസാനം 30-31 എന്നീ 2 അധ്യായങ്ങളിൽ കൂടി പ്രജേതസ്സുകളുടെ കഥയും അവിടെ പറഞ്ഞു. അതിൽ ആ ധർമ്മം എന്നുള്ളത് എന്താണ് എന്നുള്ളതിനെ മനസ്സിലാക്കി തരാനുള്ള ദക്ഷിണചരിതമാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് അർത്ഥം എന്നുള്ളതിനെയാണ്. എന്താണ് നമ്മൾ സമ്പാദിക്കേണ്ടതായിട്ടുള്ള അർത്ഥം, അല്ലെങ്കിൽ അർത്ഥത്തിനെ എങ്ങനെ സമ്പാദിക്കുമ്പോഴാണ് അത് നമുക്ക് ഉപയോഗപ്രദമാകുന്നത്, നമ്മുടെ കയ്യിലുള്ളത് ഉണ്ടാവുന്നത്. നമ്മൾ പല കാര്യങ്ങൾക്കുമായിട്ട് അർത്ഥങ്ങളെ സമ്പാദിക്കാനായിക്കൊണ്ട് നെട്ടോട്ടം ഓടുന്നുണ്ട്. സമ്പാദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സമ്പാദിക്കും, ചിലപ്പോൾ സമ്പാദിക്കുന്നില്ല, ചിലപ്പോൾ ഇതൊക്കെ വിഫലമായി പോകണോ, ചിലപ്പോൾ കുറച്ച് ബലം കിട്ടണോ, ഇതൊക്കെ ഉണ്ട്. ഇപ്പം എന്താ അങ്ങനെ വരാൻ കാരണം? നമ്മൾ ഇത്രയധികം പ്രയത്നിച്ചിട്ടും ആ പ്രയത്നത്തിൻ്റെ ഫലം നമുക്ക് ഉദ്ദേശിച്ചത് മാതിരി കിട്ടുന്നില്ല. ചിലപ്പോൾ ഉദ്ദേശിച്ച ഇതിൻ്റെ പകുതി കിട്ടും, ചിലപ്പോൾ ഉദ്ദേശിക്കാത്ത മാതിരിയുള്ള ഫലങ്ങൾ കിട്ടും, ചിലപ്പോൾ ലാഭത്തിന് പകരം നഷ്ടമാണ് ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദ്രവ്യം, കാലം ച കർമ്മം ച സ്വഭാവോ ജീവജീവജ അനുഗ്രഹദ സന്ധി നസന്ധി ഉപേക്ഷയാ. രണ്ടാമത്തെ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായത്തില് ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയുന്ന വാക്കുകളാണത്. ദ്രവ്യം, കാലം, കർമ്മം ച ദ്രവ്യം, കാലം ച കർമ്മം ച സ്വഭാവോ ജീവയേവ ച. ഈ 5 യദ് അനുഗ്രഹദ സന്ധി. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സന്ധി ഉണ്ടാവും, കിട്ടും. ന സന്ധി യദ് ഉപേക്ഷയ. ഭഗവാന്റെ ഉപേക്ഷയായാൽ നമുക്കതൊന്നും തന്നെ കിട്ടില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ യത്നിക്കുന്നത് കൊണ്ട് മാത്രം നമുക്കിതെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ കഴിയില്ല.
എന്തുകൂടി ഉണ്ടാവണം? ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവണം. ഈ 5 അനുഗ്രഹവും 5 വയസ്സിൽ തന്നെ നേടിയെടുത്തതായിട്ടുള്ള ധ്രുവൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കഥയാണ് 8 മുതൽ 12 വരെയുള്ള 5 അധ്യായങ്ങളിൽ കൂടി ഭാഗവതം പറഞ്ഞു തരുന്നത്. 5 അധ്യായത്തിൽ കൂടിയായി കഥ പറയും. അതൊക്കെ എങ്ങനെയാ? ഞാൻ 6 അധ്യായത്തിൽ കൂടി ദക്ഷചരിതം എന്തിനാ പറഞ്ഞത് എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞു. ദക്ഷിണ 6 ഗുണങ്ങളുണ്ടെങ്കിലും അത് തന്നെ അഹങ്കാരവും അഭിമാനവും അതിലുണ്ടായതുകൊണ്ട് ദക്ഷൻ അതെല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ ഈ 5ഉം ഭഗവാൻ അനുഗ്രഹിക്കുന്ന കുട്ടിയാണ് ധ്രുവൻ. ആ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഉത്ഥാനവാദ മഹാരാജാവിന് 2 പത്നിമാരുണ്ടായിരുന്നു. സുനീതി, സുരുചി ആണ് അവർ 2 പേരും. പേര് കേട്ടാൽ തന്നെ എൻ്റെ അർത്ഥം മനസ്സിലാവും. സുനീതി, നല്ല ധർമ്മത്തിൽ ചലിക്കുന്നവള് സുനീതി. സുരുചി, നല്ല രുചിയിൽ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവൾ. രാജാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവള സുരുചി ആയതുകൊണ്ട് സുരുചിയോടാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. ഇതൊക്കെ ഭാഗവതം പറയുന്നത് നമ്മുടെ കഥ തന്നെയാണ് കേട്ടോ. നമ്മൾ തന്നെയാണ് ഈ ഉത്ഥാനവാദം, നമ്മൾ തന്നെയാണ് ദക്ഷൻ, നമ്മൾ തന്നെയാണ് പ്രിയവ്രതൻ, എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മളെക്കുറിച്ച് മാത്രമേ ഭാഗവതം പറയുന്നുള്ളൂ. വേറെ ആരെക്കുറിച്ചും ഭാഗവതം ഇവിടെ പറയുന്നു. അതൊക്കെ ഓരോ കഥാപാത്രങ്ങളെ ഉദാഹരണമായിട്ട് അവിടെ വെച്ചിരിക്കുന്നു എന്നാണ്. ആ കഥാപാത്രങ്ങളെ നമ്മൾ സ്വയമായാൽ നമുക്ക് അതിൽ നിന്നും പാഠം പഠിച്ചെടുക്കാം. നമ്മളെ ഇതേമാതിരി തന്നെ നമുക്ക് 2 ഭാര്യമാരുണ്ട്, സുനീതി, സുരുചി. 2 ഭാര്യമാരുണ്ട്. പക്ഷെ നമ്മൾ ഏത് ഭാര്യയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് വെച്ചാൽ സുരുചിയാണ്. നമ്മളുടെ രുചിക്ക് അനുസരിച്ച് ആര് പ്രവർത്തിക്കുന്നു അവരോടുകൂടി നമ്മൾ ബന്ധം വയ്ക്കുന്നു, അവരുമായി കൂട്ടുകൂടുന്നു. ആരാണോ അതിന് വിപരീതമായിട്ട് നടക്കുന്നത്, ധർമ്മത്തോടും നീതിയോടും കൂടി നടക്കുന്നത്, അവർ നമുക്ക് അത്ര താല്പര്യമില്ലാതെ കണ്ടത്. ഇവിടെയും അത് തന്നെയാണ് ഉത്ഥാനവാദ മഹാരാജാവിന് സംഭവിച്ചത്. സുനീതിയുമായിട്ട് അദ്ദേഹത്തിന് അത്ര വലിയ ചർച്ചയില്ല. മൂത്ത പത്നിയാണ്. പക്ഷെ സുരുചിയുമായിട്ടാണ് കൂടുതൽ അടുപ്പം. അതുകൊണ്ട് തൻ്റെ കൂടെ കൊട്ടാരത്തിൽ സുരുചിയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഔട്ട് ഹൗസിലാണ് സുനീതിയെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇവർ 2 പേരിലും 2 പുത്രന്മാരുണ്ട്. മൂത്തത് ധ്രുവനാണ് സുനീതിയിലെ, രണ്ടാമത്തത് ഉത്തമൻ എന്ന പുത്രൻ സുരുചിയിലെ. ഇവർക്ക് തമ്മിൽ ഈ കുറച്ച് രസവും രസമില്ലായ്മയും ഒക്കെ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല. അവർ തമ്മിൽ കൂടും കളിക്കും. അവർക്ക് ഈ ഭാവഭേദങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരിക്കൽ ഈ ഉത്തമൻ കൊട്ടാരത്തിൽ കളിക്കാനായിട്ട്, ധ്രുവൻ കൊട്ടാരത്തിൽ കളിക്കാനായിട്ട് ഉത്തമനോടുകൂടി കളിക്കാനായി വന്ന സമയം നോക്കുന്ന സമയത്ത് അച്ഛനായിട്ടുള്ള ഉത്തമ ഈ ഉത്ഥാനവാദ മഹാരാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട് ഉത്തമൻ. അത് കണ്ടപ്പോൾ ധ്രുവനും ഒരു ആഗ്രഹം, അച്ഛൻ്റെ മടിയിൽ ഒന്ന് കയറിയിരിക്കണമെന്ന്. കുട്ടികളല്ലേ, ഓടിച്ചെന്നു അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ. ഇത് കണ്ടുകൊണ്ടുവന്ന സുരുചിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണമെന്ന് തോന്നും. നാളെ ഈ സിംഹാസനത്തിൽ താനാണ് ആ മൂത്തപുത്രൻ, അതുകൊണ്ട് ഈ സിംഹാസനം എനിക്കുള്ളതാണ്, അവിടെ കയറിയിരിക്കണമെന്ന് പറഞ്ഞു വരും. മുളയിലെ കിള്ളിയാൽ പിന്നെ വലുതാവില്ല, ഇപ്പം തന്നെ കിള്ളണം എന്ന് വിചാരിച്ചു. പറഞ്ഞു, നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. എന്താ യോഗ്യതയില്ലാത്തതെന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീ ഗർഭസംഭവ, മറ്റൊരു സ്ത്രീയുടെ ഗർഭത്തിലാണ് നീ ജനിച്ചിരിക്കുന്നത്. ഇനി അഥവാ നിനക്ക് അങ്ങനെ കയറിയിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വയറ്റിൽ എൻ്റെ ഉണ്ണിയായിട്ട് ഒന്ന് നീ ജനിക്കണം. അതിനുവേണ്ടി ഭഗവാനെ ചെന്ന് ഭജിച്ചു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് എൻ്റെ ഉണ്ണിയായിട്ട് നീ വന്ന് ജനിക്കുകയാണെങ്കിൽ അതിന് കഴിയും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത മനസ്സിനൊരു ദുഃഖമുണ്ടായി ധ്രുവന്. അച്ഛൻ എന്തെങ്കിലും പറയുമോ എന്ന ഉത്ഥാന മഹാരാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി. രാജാവ് തലയും താഴ്ത്തി നിന്നൊന്നും പറഞ്ഞില്ല. അതപ്പോൾ കണ്ടപ്പോൾ കൂടുതൽ ദുഃഖമായി, കരഞ്ഞ് ഓടി വന്നു നമ്മുടെ അടുത്തേക്ക്. അതിനു മുമ്പ് തന്നെ നടന്ന വിവരങ്ങളൊക്കെ അവിടുത്തെ ഏതൊരു ദാസി വന്ന് സുനീതിയുടെ അടുത്ത് പറഞ്ഞു. ഏതായാലും
തിരിച്ചു വന്ന പുത്രനെ സാന്ത്വനപ്പെടുത്തി. സാധാരണ സ്ത്രീകള് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എന്താ ചെയ്യുക? അപ്പോൾ കയ്യിൽ എന്താ കിട്ടണമെന്ന് പറഞ്ഞാൽ അതെടുത്ത് ചെല്ലും. നീ ആരാടി എൻ്റെ പിന്നിൽ വന്ന് നടക്ക്, ഇതൊക്കെ പറയാനുള്ളത് നല്ല നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാ പോവുക. ചിലപ്പോൾ കൊണ്ടുപോകുന്ന സാധനമൊന്നും ശരിയാവില്ല. പക്ഷെ അങ്ങനെയൊന്നും പ്രവർത്തിച്ചില്ല സുനീത. അതുകൊണ്ടാണ് സുനീതി എന്ന് പേര് വരാൻ കാരണം. നല്ലൊരു അമ്മയായിരുന്നു. മക്കളെ എന്താ പഠിപ്പിക്കേണ്ടത് അമ്മമാരെ എന്ന് കാണിച്ചു തരിക ഭാഗവതം. ഇതിൻ്റെ കൂടെ വിളിച്ചു പറഞ്ഞു, ഉണ്ണി ചെറിയമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്കില്ല, പ്രത്യേകിച്ച് എനിക്കില്ല. അത് കാരണമാണല്ലോ അച്ഛൻ നമ്മളോട് ഇഷ്ടമില്ലാതെ കണ്ടിരിക്കുന്നത്. എൻ്റെ ഉണ്ണിയായി ജനിച്ചു എന്നുള്ളൊരു കുറ്റേ ഉള്ളൂ ഉണ്ണിക്ക്. അത് കാരണം ഉണ്ണിക്കും ഇത് അനുഭവിക്കേണ്ടി വരണം. പക്ഷെ എന്തൊക്കെ ആയാലും, എത്രയൊക്കെ കഷ്ടങ്ങളുണ്ടെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിലും ഇതിനൊരു പോംവഴി ചെറിയമ്മ പറഞ്ഞത് മാത്രം തന്നെയാണ് കേട്ടോ. എന്താ? ആ ശ്രീഹരിയെ ഭഗവാനെ ഭജിക്കുക, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഉണ്ണിയുടെ അച്ഛൻ ഉത്താനപാദ മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്വയംഭൂമനു, ഇവരൊക്കെ ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയവരായിരുന്നു. അത് കാരണം കൊണ്ട് ഭഗവാനെ ഭജിച്ചാൽ കിട്ടാത്തത് എന്താ ഉള്ളത്? ഉണ്ണി വേണ്ടത് ഭഗവാനെ ഭജിക്കുക ചെയ്യേണ്ടത്, അതേ ഏക വഴിയുള്ളൂ എന്ന നല്ല ഒരു ഉപദേശം കൊടുത്തു ഉണ്ണിക്ക്. കേട്ടപ്പോൾ ധ്രുവന് അമ്മ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. ഉറച്ചു ഭഗവാനെ ഭജിക്കാമെന്ന് തീരുമാനിച്ചു. പണ്ട് അമ്മ പല ഭക്തന്മാരുടെയും കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭഗവാനെ ഭജിക്കാനായി അവർ കാട്ടിൽ പോയി തപസ്സിരുന്ന കഥകളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭഗവാനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കാട്ടിൽ പോയി തപസ്സിരിക്കണമെന്നാണ് ഉണ്ണിയുടെ വിചാരം. ശരിയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും തപസ്സിരിക്കാനായിട്ട് ഇറങ്ങി. എന്നാൽ പോകുന്ന സമയത്ത് സുനീതി എന്ന അമ്മ പിടിച്ചു നിർത്തിയോ എന്ന് പറഞ്ഞാൽ ഉണ്ണിയെ പിടിച്ചു നിർത്തിയൊന്നുമില്ല. കാരണം ആ അമ്മയ്ക്കറിയാം ഇപ്പോൾ ഉണ്ണി ഭഗവാനെ ഭജിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഭഗവാനെ ഭജിക്കണം എന്ന് പറഞ്ഞു പോയ ഒരു ഭക്തനെ എല്ലാ വിധത്തിലും രക്ഷിക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ്. അല്ലെങ്കിൽ എല്ലാവരെയും രക്ഷിക്കുന്നതും ഇല്ലാത്തതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഭഗവാനെ ഭജിക്കണം എന്ന് പറഞ്ഞു പോകുമ്പോൾ രക്ഷിക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ്. ഭഗവാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തു. ഭഗവാൻ രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കട്ടെ, ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കട്ടെ, താൻ കൊടുക്കേണ്ട ഉപദേശം കൊടുത്തു. ഉത്താനപാദമഹാരാജാവ് സ്ത്രീലമ്പടനായിരുന്നു. അതുകൊണ്ട് സുരുചി പറഞ്ഞതിന് എതിരൊന്നും പറഞ്ഞില്ല എന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാം. പക്ഷേ അത് ഒരു വിധത്തിൽ ചിന്തിക്കുമ്പോഴാവാം, നമുക്ക് നല്ല വിധത്തിൽ ചിന്തിക്കാം. ഇന്നിപ്പോൾ സുരുചിയോട് വേണമെങ്കിൽ പറയാം, മിണ്ടാതിരിക്കുക, നീ കുട്ടികളോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുക? അതിനിപ്പോൾ എന്താ എൻ്റെ മടിയിൽ കയറി ഒന്ന് ഉണ്ണിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായി വാ മോനെ എന്ന് പറഞ്ഞ് കയറ്റി ഉണ്ണി മടിയിലിരുത്താം, വിരോധമൊന്നുമില്ല. എന്നാൽ പിന്നെ ധ്രുവചരിതം ഉണ്ടാവില്ല. പക്ഷെ അത് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നാളെ ഈ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാണ് തൻ്റെ മൂത്ത പുത്രനായിട്ടുള്ള ധ്രുവൻ. അപ്പൊ ഇവിടെ ഈ സിംഹാസനത്തിൽ കയറ്റി ഇരുത്തണമെന്നുണ്ടെങ്കിൽ തന്റെ മൂത്ത പുത്രനാണ് എന്നുള്ള ഒരു യോഗ്യത മാത്രം പോരാ. എന്ത് യോഗ്യത കൂടി വേണം? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. അങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ച് അവൻ ഇതിലിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഇതിലിരുന്ന് രാജ്യം ഭരിക്കാൻ യോഗ്യതയുള്ളവനാണ്. താൻ പിടിച്ചു കയറ്റി ഇരുത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ യോഗ്യത ഉണ്ടായിരുന്നു വരില്ല. അതുകൊണ്ട് എന്തായാലും ചെറിയമ്മ പറഞ്ഞത് ശരിയല്ലേ, ഭഗവാനെ ഭജിക്കാനല്ലേ, ഭഗവാനെ ഭജിച്ച് യോഗ്യത ഉണ്ടായിട്ട് വരട്ടെ എന്നുള്ളൊരു സമ്മതമായിട്ട് കൂടി നമുക്ക് ആ ഉത്താനപാദ മഹാരാജാവിന്റെ ഉന്നത്തിനെ എടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ശരിയാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും ഉണ്ണി ഭജിക്കാൻ പോയി. ആരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞത് ഭഗവാനെ ഭജിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവിടെ എത്തുമാര് ശ്രീനാരായണൻ അവിടെ അനുഗ്രഹിക്കാനായിട്ട്. നാരായണനെ ഭജിക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇറങ്ങിയാല് നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടെത്തും നാരദൻ. നമ്മുടെ ശാസ്ത്രങ്ങള് പുരാണങ്ങള് ഏത് കഥകളെടുത്താലും നമുക്ക് കാണാൻ കഴിയും.
ആരൊക്കെ നാരദനെ ദർശിച്ചിട്ടുണ്ടോ അവരൊക്കെ നാരായണനെയും ദർശിച്ചിട്ടുണ്ട്. അത് പശുപക്ഷി മൃഗാദികളെ രാക്ഷസന്മാരാണ്, ഈശ്വര അസുര ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, നാരദ ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നാരായണന്റെ ദർശനവും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കഥയിൽ കാണാം. ഭഗവാനെ പിടിക്കാനായിട്ട് പോകുന്ന ഉണ്ണിയെ നടുവിൽ നിർത്തി ചോദിച്ചു, എവിടെ ഉണ്ണി പോണത്? ഭഗവാനെ പിടിക്കാനാണ്. ഇതൊക്കെ ഭജിക്കേണ്ട പ്രായമാണോ ഭഗവാനെ? അതിനൊക്കെ പ്രായമൊക്കെ ഇല്ലേ? ആ സമയത്ത് പോവാം. ഇപ്പൊ ഉണ്ണി കഴിക്കേണ്ട പ്രായമല്ലേ? എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. പലകാലത്തെ ഞാൻ പറഞ്ഞാൽ കേൾക്കും. ഗരുണ്ണി എന്റെ കൂടെ, ഞാൻ പറഞ്ഞോളാം രാജാവിനോട്. ഈ കയറിയിരിക്കുന്നത് ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എല്ലാവരും അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. തന്റെ അമ്മ കൊടുത്ത ഉപദേശം ബുദ്ധന്റെ മനസ്സിലങ്ങോട്ട് പഠിച്ചു. ഭഗവാനെ പിടിച്ചാൽ മാത്രമേ അതിനുള്ള യോഗ്യത കിട്ടുള്ളൂ എന്നുള്ള ഉപദേശം. അതനുസരിച്ചിട്ട് ആ ഭഗവാനെ പിടിക്കാനാ പോകുന്നത്. അങ്ങേക്ക് പറ്റുമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് ദൃഢതയോടുകൂടി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി കൂടി ഭഗവാനെ പിടിക്കാനുള്ള മനസ്സോടുകൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് മുന്നോട്ട് പറഞ്ഞു. ശരി, പറഞ്ഞു തരാം. മുന്നിട്ട് പ്രസാദാഭിമുഖം മുതലായിട്ടുള്ള 45 മുതലുള്ള ശ്ലോകങ്ങളിൽ കൂടി ആ ഗുരുവായൂരപ്പന്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ ഗുരുവായൂരപ്പന്റെ ചിത്രത്തെ ഉണ്ണിയുടെ മനസ്സിലേക്ക് അത് വരച്ചു കൊടുത്തു. വരച്ചു കൊടുത്തു എന്ന് മാത്രമല്ല അവസാനം പറഞ്ഞു, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ആ ദ്വാദശാക്ഷരി മന്ത്രം ഉപദേശം ചെയ്തു കൊടുത്തു. ഉണ്ണി പൊക്കോളൂ, അധികം മുന്നിലേക്ക് കാട്ടിലേക്കൊന്നും പോകണ്ട, ഈ അമ്മയുടെ കാലിന്റെ തീരത്തപ്പുറത്ത് പോയാൽ മതി. മധുരനം എന്ന് പറഞ്ഞ മനമുണ്ട്. അംബരീഷൻ മുതലായിട്ടുള്ള മഹാഭക്തന്മാരെ തപസ്സിരുന്ന് ഭഗവാനെ അനേകം ഭക്തർ പ്രത്യക്ഷരാക്കിയ സ്ഥലമാണ്. എപ്പോഴും ശ്രീഹരിയുടെ സാന്നിധ്യമുള്ള പുണ്യമായിട്ടുള്ള മധുരത്തിൽ പോയി കുളിച്ച് ഇരുന്ന് ഈ മന്ത്രവും ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഉണ്ണിക്ക് താമസമില്ലാതെ ഭഗവാന്റെ ദർശനം കിട്ടുമെന്ന് അനുഗ്രഹിച്ചു. നാരദനെ പോലെയുള്ള ഒരു മഹാത്മാവ് നാരായണ ദർശനം കിട്ടും എന്ന് അനുഗ്രഹിച്ച പിന്നെ ആ നാരായണം വിചാരിച്ചാലും ദർശനം കൊടുക്കാതിരിക്കാൻ വർത്തിയില്ല. സത്യം വിധാതും നിജവൃത്യഭാഷിതം എന്നാണല്ലോ ഭാഗവതം പറയുന്നത്. മഹാത്മാക്കളുടെ വാക്കുകളെ സത്യമാക്കുക, അതാണല്ലോ ഭഗവാന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഒരു ഗുരു ഭക്തനെ വഴികാട്ടിക്കൊടുത്ത് അനുഗ്രഹിച്ചാൽ മാത്രം പോരാ, ആ ഭക്തനെ ഭഗവാനിലേക്ക് എത്തിക്കണം. അപ്പോഴാണ് യഥാർത്ഥമായിട്ട് ആ ഗുരു തന്റെ കാര്യം ചെയ്തു കഴിയുന്നത്. ഇവിടെ നാരദർക്കറിയാം, ഉണ്ണി പോയി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താനവാദ മഹാരാജാവ് ഭടന്മാരെ കാട്ടിലേക്ക് അയക്കും. എവിടെയാണെങ്കിൽ ഉണ്ണിയെ തന്നെ പിടിച്ചിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോ ആ തപസ്സൊന്നും നടക്കില്ല. അപ്പൊ നേരെ പോയിട്ട് ഉസ്താനവാദ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അവിടെ പോയി ഉണ്ണിയെ കണ്ടതും താൻ അനുഗ്രഹിച്ചതും കാര്യങ്ങളെല്ലാം പറഞ്ഞു. മാത്രമല്ല ഈ ഉണ്ണിയെ കൊണ്ട് അങ്ങയുടെ പേര് കൂടി അങ്ങയുടെ കുലത്തിന് തന്നെ ക്ഷേമം ലഭിക്കും. ഉണ്ണിക്ക് ഭഗവത് ദർശനം ഉണ്ടായി തിരിച്ചു വരും. ഉണ്ണിയെ യഥാസമയം രാജാഭരണമെല്ലാം കൊടുത്ത് അങ്ങ് വനത്തിലേക്ക് പോകണം എന്നുള്ള ഉപദേശമെല്ലാം കൊടുത്തു. ഉത്സാഹവാദ മഹാരാജാവ് വിഷമിച്ചിരുന്ന സമയത്താണ് നാരദൻ പോയി അനുഗ്രഹിച്ചത്. നാരദന്റെ അനുഗ്രഹം വിഫലമാവില്ല എന്നറിഞ്ഞ ഉത്സാഹവാദ മഹാരാജാവ് അദ്ദേഹത്തെ നമസ്കരിച്ചു. നാരദൻ പ്രസ്ഥാനം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ഉണ്ണി കാട്ടിൽ പോയി മന്ദരത്തിൽ പോയി അവിടെ നദിയിൽ സ്നാനം ചെയ്തിട്ടില്ല. തപസ്സിനെ കുറിച്ചാണ് ഗംഭീരമായിട്ടുള്ള തപസ്. ഒരിക്കലാണെന്ന് കണ്ണുപിടിക്കുക, എന്തെങ്കിലും പഴങ്ങളൊക്കെ കഴിക്കും, ആ മതിയിൽ നിന്നും ജലം കുടിക്കും, വെച്ചിട്ടെല്ലാം മതിയാൽ വീണ്ടും വന്നങ്ങനെ തപസ് ചെയ്യും. 1 മാസം അങ്ങനെ തപസ് ചെയ്തു. ഇതിന് 3 ദിവസം എന്നുള്ളത് 2ാമത്തെ മാസം മുതൽ 6 ദിവസമായി. 6 ദിവസത്തിൽ ഒരിക്കലും. അപ്പൊ പിന്നെ എന്തെങ്കിലും പഴുത്ത് താഴത്ത് നിന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കും. പിന്നെ അടുത്ത 3ാമത്തെ മാസം 30 ദിവസത്തിൽ ഒരിക്കലായി. അപ്പൊ ഈ ഇലകളെ കിട്ടിയത് തുടങ്ങിയത് വെച്ചാൽ അത് മാത്രം കഴിക്കും, കുറച്ച് വെള്ളം കുടിക്കും. 4ാമത്തെ മാസമായി വെറും ജലപാനം മാത്രം ചെയ്തുകൊണ്ടുള്ള തപസ് 5ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചു. 5ാമത്തെ മാസത്തിലോ
ആ ജിതശ്വാസോന്മാത്മക ആ പൂരകം കുംഭകം രേചകം എന്നുള്ളത് പൂരകത്തിന്റെ കുംഭകം ആ കുംഭകത്തിൽ അങ്ങോട്ട് ആ വായുവിനെ പിടിച്ചങ്ങോട്ട് നിർത്തി വായു പോലും ശ്വസിക്കാതെ കൊണ്ട് നിന്ന് ഒരു കാലിൽ നിന്ന് ഗംഭീരമായിട്ട് ആ ഭഗവാനെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞിട്ട് ധ്യാനിക്കാൻ തുടങ്ങി. ആ എപ്പോഴാണോ ആ ശ്വാസത്തിൽ നിന്റെ കുംഭകത്തിൽ ആ ഭക്തൻ അടക്കിയത് ലോകങ്ങളിലും വാസി സംഭവിച്ചു. ലോകത്തിലുള്ള ജനങ്ങൾക്ക് പ്രാണവായു കിട്ടാതെ ഉണ്ടായി എന്നാണ് പറയുന്നത്. സ്വർഗത്തിലുള്ള ദേവേന്ദ്രൻ മുതലായവർ എന്താ ഇതെന്നറിയാതെ കണ്ട് അവരെല്ലാവരും കൂടി ത്രാഹിമാം എന്ന് പറഞ്ഞ വൈകുണ്ഠത്തിലേക്ക് പോയി ശ്രീഹരിയുടെ അടുത്ത് പോയി എന്നാൽ പ്രാണവായു പോലും നിരോധിക്കപ്പെട്ടിരിക്കുന്നു, എന്താ ഇത് മനസ്സിലാവുന്നില്ലല്ലോ ഭഗവാനി എന്ന് പറഞ്ഞപ്പോഴാണ് മാഭേഷ്ട നിങ്ങൾ പേടിക്കണ്ട ആ കുട്ടി ഉത്തരനായിട്ടുള്ള എന്നെ കണ്ണറന്ന് ഒഴുക്കിക്കൊണ്ട് 5 വയസ്സായ കുട്ടി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ശ്വാസത്തിനെ പോലും ഇറക്കി പിടിച്ചുകൊണ്ട് അതാ നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവപ്പെടാനുള്ള കാരണം. മാപേക്ഷ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല, ഞാനിതാ നിർത്തത്തെ ഞാനിതാ പോയി ആ കുട്ടിക്ക് ദർശനം കൊടുത്ത് നിങ്ങളുടെ സങ്കടത്തെ നിവാരണം ചെയ്യുന്നു എന്ന് പറഞ്ഞവരെ നിശ്ചയിച്ചു. ഏതൊരു രൂപമാണോ നാരദൻ പറഞ്ഞു കൊടുത്തത് ആ രൂപത്തിൽ ഗരുഡാരൂഢനായിക്കൊണ്ട് ചതുർഭുജധാരിയായിക്കൊണ്ട് ശ്രീഹരിത പ്രത്യക്ഷമായി. കാരണം കുട്ടികൾക്ക് അവർക്ക് എന്ത് പറഞ്ഞു കൊടുത്തോ അതേ അവർക്ക് അറിയുള്ളൂ. വേറൊരു രൂപത്തില് ഭഗവാൻ അവിടെ വന്ന് നിന്നാൽ നാരദൻ തന്റെ ഗുരു പറഞ്ഞ രൂപമല്ല എന്നുണ്ടെങ്കിൽ കുട്ടി മഹാവിഷ്ണുവാണെന്ന് പറഞ്ഞ് സ്വീകരിക്കില്ല. അപ്പൊ ഏതൊരു രൂപം നാരദൻ പറഞ്ഞോ അതേ രൂപത്തിൽ തന്നെ വരണം. ഗരുഡാരൂഢനായിട്ട് വന്നു, മുന്നിൽ നിന്നു. പക്ഷെ ഉണ്ണി കണ്ണു തുറക്കുന്നില്ല. കാരണം മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെയാണ് ഉണ്ണിപ്പത ഉള്ളിൽ ദർശിച്ചുകൊണ്ട് ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിലായി ഭഗവാൻ ഉടനെ തന്നെ തന്റെ ആ ശക്തി കൊണ്ട് ഉണ്ണിയുടെ മനസ്സിലുള്ള തന്റെ രൂപത്തെ അങ്ങോട്ട് മാറ്റി. ആ ആനന്ദത്തിൽ കണ്ടുകൊണ്ടിരുന്നതായിട്ടുള്ള രൂപം മനസ്സിൽ നിന്ന് വന്നപ്പോ പെട്ടെന്ന് കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോ അതേ രൂപം നാരദൻ പറഞ്ഞ അതേ രൂപം നിൽക്കുന്നില്ല. ഭഗവാനെ തൊഴുതു, നമസ്കരിച്ചു. എന്തൊക്കെയോ ഭഗവാനെ സ്തുതിക്കണം, എന്തൊക്കെയോ പറയണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. പക്ഷേ എന്തെങ്കിലും അറിയോ, പഠിച്ചിട്ടുണ്ടോ, സ്തുതികളുണ്ടോ, വേദം പഠിച്ചിട്ടുണ്ടോ, ഒന്നുമില്ല. എന്താ ഇരിക്കേണ്ടത്, എന്താ സ്തുതിക്കേണ്ടത്, എന്താ പറയേണ്ടത് എന്നുള്ളത് അറിയുന്നില്ല. ഘട്ടത്തിൽ നിന്നും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ശബ്ദം പോലും ഇതായപ്പോൾ വരുന്നില്ല. കണ്ണിൽ നിന്നും ധാരാളമായ ശത്രുക്കൾ വരുന്നുണ്ട്. മനസ്സിലായി തന്റെ ആ കുട്ടിയുടെ ഉണ്ണിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഉടനെ തന്നെ പോയി തന്റെ ആ ശബ്ദെടുത്തു. പാണ്ഡിജന്യം എന്ന് പറഞ്ഞ ശബ്ദമെടുത്ത് ആ കുട്ടിയുടെ കവിതകളെ കപോലത്തിൽ ഇതാണ് സ്പർശിച്ചു. പ്രണവത്തിന്റെ ആ ഓങ്കാരനാദം മുഴക്കുന്നതായിട്ടുള്ള ശബ്ദം, ആ ഓങ്കാരം, ആ പ്രണവം തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമായി ഭവിച്ചത് എന്നാണ് വേദാന്ത ശാസ്ത്രങ്ങളെ ഇന്നത്തെ ആധുനിക ശാസ്ത്രവും പറയുന്നു അല്ലേ. അപ്പോ ആ പ്രണവത്തിൽ ഓങ്കാരത്തിലാണ് ഈ പ്രപഞ്ചമെല്ലാം അടങ്ങിയിരിക്കുന്നത്, എല്ലാ തത്വങ്ങളും അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഭഗവാന പ്രണവം കൊണ്ട് ആ ഓങ്കാരം കൊണ്ടാണ് അത് അനുഗ്രഹിച്ചത്. അതോടുകൂടി സർവജ്ഞാനവും ആ മുന്നിലുണ്ടായി. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രങ്ങൾക്ക് 12 അക്ഷരങ്ങൾക്ക് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സ്തുതി ആയിക്കൊണ്ട് 12 സ്തുതിയിലൂടെ ഭഗവാനെ സ്തുതിച്ചു. നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാനെ നമസ്കരിച്ചു. ആരാണോ എൻ്റെ ഉള്ളിൽ ചൈതന്യമായി കൊണ്ട് പ്രവേശിച്ച് എന്റെ വാക്കുകളെ, എന്റെ വാചകങ്ങളെ, എന്റെ സ്തുതിയെ ഇതാ പുറത്തേക്ക് പറയാനുള്ള ശക്തി തന്നത് ആരാണോ എല്ലാ പ്രാണികളിലും ആ ശക്തിയായിക്കൊണ്ട് പ്രാണനായിക്കൊണ്ട്
ആത്മസ്വരൂപനായിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാല് കയ്യ് മുതലായിട്ടുള്ള എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾക്കും പഞ്ചകർമ്മേന്ദ്രിയങ്ങൾക്കും ചൈതന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പ്രാണനായിട്ടുള്ള ആത്മസ്വരൂപനായിട്ടുള്ള ഹേ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ ഗംഭീരമായിട്ടുള്ള സ്തുതി. വാസ്തവത്തില് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പലതും ചെയ്യുന്നുണ്ടായിരുന്നത്, പക്ഷെ നമ്മളാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളല്ല. കയ്യുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, വായുണ്ട്, എല്ലാ ഇന്ദ്രിയങ്ങളുമുണ്ട്. നമുക്ക് മാത്രമല്ല മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തിലും ഈ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷേ അതിന് നമുക്ക് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായെന്ന് ചോദിച്ചാൽ ആ മരിച്ചു കിടക്കുന്ന ശരീരത്തില് ഇതിനെയെല്ലാം പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ള ആ ചൈതന്യം, ആത്മചൈതന്യമില്ല, അത് ജഡമായി കിടക്കുന്നു. പക്ഷെ നമ്മളിലോ ആ ആത്മചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ട് നമ്മളിതൊക്കെ പ്രവർത്തിക്കുന്നു. എത്ര കാലമാണോ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അടിയിൽ നിന്നും ചൂട് കൊണ്ട് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അതിലിട്ട വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും തക്കാളിയും ഒക്കെ ഇങ്ങനെ തുള്ളി കളിക്കുന്നത്, എത്ര നേരം തുള്ളുന്നു ചോദിച്ചാൽ അടിയിൽ നിന്നും അഗ്നി കൊടുക്കുന്നത് വരെ തുള്ളു. എപ്പോഴാണോ സ്റ്റവ് നമ്മൾ ഓഫ് ചെയ്യുന്നത് അപ്പോഴത്തെ ഈ കഷ്ണങ്ങളെല്ലാം അടിയിൽ തന്നെ ചെന്ന് ചേരുന്നു. അതിന് തുള്ളാനുള്ള ശക്തി ഉണ്ടാവുന്നില്ല. എന്നതുമാതിരി എത്ര കാലമാണോ ഉള്ളിൽ ഭഗവാൻ ചൈതന്യ സ്വരൂപനായി ഇന്നുകൊണ്ട് ഇതിനെല്ലാം പ്രകാശം കൊടുക്കുന്നത്, അത്ര കാലം നമ്മൾ ഈ കയ്യിൽ കണക്കണോ കാലിട്ട് ചാടണോ എന്തൊക്കെയോ പറയണോ എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാസ്തവത്തില് ഞാൻ എന്നുള്ള അഹങ്കാരം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഞാനാ ചെയ്യുന്നത് എന്ന്. പക്ഷെ ഞാനല്ല ചെയ്യുന്നത്, അതിനുള്ളിലുള്ള ആ ചൈതന്യമാണ്, ഭഗവാനാണ് എന്നുള്ളതൊക്കെ അവിടെ പറഞ്ഞു. അതിന് വേണ്ടതായിട്ടുള്ള ഭക്തി അതിനുള്ള ഭക്തി തന്നെ അനുഗ്രഹിക്കണം. അങ്ങയുടെ സത്സംഗങ്ങൾ കിട്ടണം മുതലായിട്ടുള്ള ഒരുപാട് 12 ശ്ലോകങ്ങളുണ്ട്. നമുക്ക് ശ്ലോകങ്ങളെ വിഭജിച്ചു കൊണ്ടുപോകാൻ സമയം നമുക്ക് അപ്രാപ്യമാണ് എന്നുള്ളത് കാരണമുണ്ട്. ആ ഭഗവാനെ 12 സ്തുതികളിലൂടെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. ആ സ്തുതി കേട്ട ഭഗവാൻ അങ്ങോട്ട് അനുഗ്രഹം കൊടുക്കുക ചെയ്തത്. സാധാരണ ആരെങ്കിലും തപസ് ചെയ്ത് അവർക്ക് ദർശനം കൊടുത്താൽ ഭഗവാൻ അങ്ങോട്ടാ ചോദിക്കുക എന്താ വേണ്ടത്, എന്തിനാ തപസ് ചെയ്തത്, എന്ത് വരമാ വേണ്ടത് എന്ന്. ഇവിടെ 5 വയസ്സായിട്ടുള്ള കുട്ടിയാണ് തപസ് ചെയ്തിരിക്കുന്നത്. ബാലിശമായിരിക്കും ഉള്ളിൽ വിചാരം. അങ്ങനെയുള്ള കുട്ടിയോട് താൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ ആ കുട്ടി എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ നിർത്തിയില്ല. ആ ബാലൻ ചോദിച്ചു പഠിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് അറിയാം. പക്ഷെ അത് മാത്രം കൊടുത്താൽ പോരാ. 5 വയസ്സിൽ ഇത്രയും കഠിനമായിട്ടുള്ള തപസ് ചെയ്ത് തന്നെ പ്രത്യക്ഷമാക്കി 5 ജന്മങ്ങളെ തപസ് ചെയ്ത് പല ഋഷികൾക്കും തന്നെ നേരിട്ട് കാണാനുള്ള ആ ഒരു ദർശന ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആ ഭാഗ്യമാണ് ഇപ്പൊ താൻ ഉണ്ണിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഉണ്ണിക്ക് കണ്ടറിഞ്ഞ് ഞാൻ തന്നെ എല്ലാം കൊടുക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. 5 വരങ്ങളെ അവിടെ കൊടുത്തു. 5 വരങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ദ്രവ്യം, കർമ്മ, സ്വഭാവവും ജീവയേവെല്ലാം പറഞ്ഞു. ഈ 5 വരങ്ങളാണ് കൊടുത്തത്. ദ്രവ്യം കൊടുത്തു, രാജാവിന്റെ സ്ഥാനം കൊടുത്തു. അതിൽ കൂടുതൽ എന്താ ദ്രവ്യം വേണ്ടത്? കാലം അനുകൂലമായിരിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. കർമ്മങ്ങൾ എന്തുമാതിരി ചെയ്യണം എന്നുള്ളതിനെ അവിടെ ഉപദേശിച്ചു കൊടുത്തു. സ്വഭാവം എന്തായിരിക്കണം എന്നുള്ളതിനെ അനുഗ്രഹിച്ചു കൊടുത്തു. 36,000 വർഷം രാജ്യം ഭരിക്കും. അവസാനം എന്നിൽ തന്നെ വന്നു ചേരും, അന്തേമാം സംസ്കരിക്കും, എന്നിൽ തന്നെ വന്നു ചേരുമെന്ന് പറഞ്ഞ് ഈ 5 വരങ്ങളും മുന്നിട്ട് കൊടുത്ത് ഭഗവാന്റെ അവിടെ നിന്നും പ്രസ്ഥാനം ചെയ്തു. ഇനി ഭഗവാനെ കണ്ട സന്തോഷിച്ചു. ഒരു ഭാഗത്തെ സന്തോഷവും ഭാഗവതം പറയുന്ന ഒരു ഭാഗത്ത് കുറച്ച് ദുഃഖവും ഉണ്ടായി. കാരണം ഏതൊരു ഭഗവാനാണോ മുക്തി അഥവാ മോക്ഷം തന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്നത്, ആ ഭഗവാനോട് ഞാൻ നശിക്കുന്നതായിട്ടുള്ള രാജ്യവും സ്വത്തും സമ്പത്തും ഒക്കെ അല്ലേ ചോദിച്ചത് എന്നായിരുന്നു ഉണ്ണിയുടെ വിചാരം. പക്ഷെ ഭഗവാൻ അറിയാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഉണ്ണി യഥാസമയം എല്ലാം വിശ്വസിച്ചു പറഞ്ഞു. ഏതായാലും അവിടെ നിന്നതാ തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി വരികയാണ്.
ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഇതിനു മുമ്പ് അമ്മയും അച്ഛനും ഒക്കെയാണോ ഈ കാട്ടിലേക്ക് പോകാനും തപസ് ചെയ്യാനും പ്രേരിപ്പിച്ചത്? അവര് തന്നെ ഇതാ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നു. അതാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ നമ്മുടെ ശത്രുക്കൾ പോലും മിത്രമായിട്ട് ചെയ്യും. ഇനി മരത്തിൽ കത്തി എന്ന് പറഞ്ഞാൽ അത് നാളെ കേൾക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ നന്നായിട്ട് വിശദീകരിക്കാം. തിരിച്ചു വന്ന ധ്രുവനെ ഗംഭീരമായിട്ട് സ്വീകരിച്ചു. എല്ലാവരും സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ മുന്നിൽ നിന്നത് സുരുചി എന്ന് പറഞ്ഞ മാതാവാണ്. ധ്രുവൻ ആദ്യം സുരുചിയുടെ പാദങ്ങളാണത് നമസ്കരിച്ചത്. കാരണം ആ ചെറിയമ്മ പറഞ്ഞത് കാരണം കൊണ്ടാണ് ഭഗവത് ദർശനം കിട്ടിയത്. അമ്മയെ നമസ്കരിച്ചു, അച്ഛനെ നമസ്കരിച്ചു. യഥാസമയം ഉത്താനപാദ മഹാരാജാവ് ഭൂമിയിൽ ധ്രുവനെ രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് വാനപ്രസ്ഥം സ്വീകരിച്ച് പോയി ഭഗവാനിൽ എത്തിച്ചേർന്നു എന്ന് ഉത്താനപാദ മഹാരാജാവിന്റെ കഥ പറഞ്ഞു. പിന്നീട് ധ്രുവൻ ധർമ്മത്തോടുകൂടി ആ രാജ്യം ഭരിച്ചത് ആ കഥകളെല്ലാം അവിടെ ദീർഘിപ്പിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ആ ഭഗവാനെ ഭജിച്ച് ഇതാ വൈകുണ്ഠത്തിലേക്ക് ധ്രുവപദത്തിലേക്ക് എത്തി പോകുന്നതിന് മുമ്പ് വിഷ്ണുവാക്ഷകര് ആ വിമാനം കൊണ്ടുവന്നിരുന്നു. അതിൽ സ്വയം കയറാൻ ഭാവിച്ച സമയത്ത് യമധർമ്മൻ മൃത്യുവിന്റെ രാജാവായിട്ടുള്ള യമധർമ്മൻ തന്റെ ശിരത്തിൽ വിട്ടുകൊടുത്തു. എഴുതുണ്ണിയാണോ ഭഗവാനെ 5 വയസ്സിൽ പ്രത്യക്ഷമാക്കിയ ആ ഭഗവത് ഭക്തന്റെ പാത അനുഗ്രഹം തനിക്കും കൂടി നേടണം എന്നുള്ളതായിരുന്നു. മൃത്യുവിനെ ജയിച്ചവനായിരുന്നു മാർക്കണ്ഡേയനെ പോലെ. ഭഗവാന്റെ അനുഗ്രഹത്താൽ, മഹാദേവന്റെ അനുഗ്രഹത്താൽ അവർ മാർക്കണ്ഡേയൻ ജയിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ധ്രുവൻ ജയിച്ചു. ആ ശിരത്തിൽ എന്റെ ശിരത്തിൽ ആ പാദഭൂമിയോടെ പതിക്കട്ടെ എന്ന് പറഞ്ഞ് ശിരസ്പിച്ചു കൊടുത്തു. ആ ശിരത്തിൽ പാദം വെച്ച് ആ വിമാനത്തിൽ കയറുന്ന സമയത്താണ് ധ്രുവൻ നോക്കുന്നത്. അതിനു മുമ്പ് ഉത്തമൻ കാട്ടിൽ പോകുന്നതും അവിടെ യക്ഷന്മാരോട് കൂടി വന്ന് ചെല്ലുന്നതും യക്ഷനാൽ ഉത്തമൻ മരിക്കുന്നതും ആ മകനെ കാണാനായി തിരിച്ചു പോകുന്നതും കാട്ടുതീയിൽ പെട്ട് മരിക്കുന്നതും അതിൽ ദ്വേഷം കൊണ്ട ധ്രുവൻ യക്ഷൻ വംശത്തിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു പോയി അവിടെ യക്ഷന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നതും ഇത് ശരിയല്ല ഉണ്ണി എന്ന മുത്തച്ഛൻ സ്വയംഭൂമെന്ന് സ്വയം എന്ന് ഉപദേശിച്ച യുദ്ധം നടത്തി ആ യക്ഷവംശത്തിലെ എന്തായിരിക്കുന്ന കുബേരനെ കാണുന്നതും നമസ്കരിക്കുന്നതും കുബേരനിൽ നിന്നും ഭഗവത് ഭക്തിയുടെ അനുഗ്രഹം മേടിക്കുന്നതുമായിട്ടുള്ള കഥകളൊക്കെ അവിടെ പറഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള ധ്രുവൻ ഈ സൗഭാഗ്യം നൽകി കിട്ടാൻ അമ്മയാണല്ലോ കാരണം എന്ന് വിചാരിച്ച് ആ അമ്മയെ ചിന്തിച്ച സമയത്താണ് വിശ്വാസകന്മാരെ തന്റെ മുന്നിലുള്ള വിമാനത്തിൽ പോകുന്നതായിട്ടുള്ള സുനിധിയെ കാണിച്ചു കൊടുത്തത്. സന്തോഷമായി ആ വിമാനത്തിൽ കയറി ധ്രുവ പദവിയിലെത്തി ഇന്നും ആ ധ്രുവനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. സപ്തർഷികളാലും നവഗ്രഹങ്ങളാലും 27 നക്ഷത്രങ്ങളാലും ചുറ്റപ്പെട്ടുകൊണ്ട് പൂജിക്കപ്പെട്ടുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഇന്നും ധ്രുവൻ അവിടെ ഇരിക്കുന്നുവെന്നും കൽപ്പാന്ത കാലത്ത് ഭഗവാനിൽ തന്നെ എത്തിച്ചേരുമെന്നും പറഞ്ഞുകൊണ്ട് ആ ധ്രുവചരിതം അവസാനിപ്പിക്കുന്നു. ഇനി ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തിന്റെ വംശത്തിനെ പറയുന്നത്. ധ്രുവന് 2 പുത്രന്മാരാണ് ഉണ്ടായിരുന്നു. വൽക്കലൻ എന്ന് പറഞ്ഞതായിട്ടുള്ള വൽക്കലൻ എന്ന് പറഞ്ഞ 2 പുത്രന്മാര്. വത്സലനല്ല വത്സലൻ. അതില് വത്സലൻ ജന്മനാൽ തന്നെ ആത്മാരാമനായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യഭരണത്തിൽ നിന്നും ഇച്ഛയുണ്ടായിരുന്നില്ല. രാജ്യഭരണം ഏറ്റെടുത്തത് വത്സലൻ എന്ന പുത്രനാണ്. പിന്നെ ആ വത്സലന്റെ പാരമ്പര്യം ആ കഥയെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്താണ് ആ വംശത്തിൽ ഉള്ള അങ്കൽ എന്ന് പറഞ്ഞ രാജാവിന്റെ കഥ പറയുന്നത്. ഈ അങ്ക രാജാവിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. ഋതുക്കളെ കൊണ്ട് സന്താനത്തിനായിട്ട് യാഗം ചെയ്യിച്ചു. ആ യാഗത്തിൽ അഗ്നിദേവൻ സ്വയം പ്രത്യക്ഷപ്പെട്ട പായസം കൊടുത്തു. അതിനെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ആ പായസം കൊണ്ട് പോകുന്ന സമയത്ത് അതിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട്. ദേവന്മാരുടെ പായസത്തിൽ നല്ല മണം ഉണ്ടായിരുന്നു.
ആ പണത്തിനെ കാണിച്ച് കൊണ്ടാണ്. അതുകൊണ്ട് എന്തായി, അന്ന് എല്ലാ കാര്യങ്ങളൊക്കെ കാണിച്ചെടുത്തു. മഹാധനായിട്ടുള്ള പുത്രനാണ് ജനിച്ചത്, വേനൻ എന്ന പേര്. അതുകൊണ്ടാണ് പറയുന്നത് പ്രസാദമൊന്നും നമ്മൾ അതിൻ്റെ രുചി, അതിൻ്റെ സ്വാദ്, അതിൻ്റെ മണം ഇതൊന്നും നോക്കി കഴിക്കരുത്. ഗുരുവായൂരപ്പന് എന്തിൻ്റെ പാൽപ്പായസത്തിൽ നമ്മൾ അരി എടുത്തിട്ടുണ്ടോ, പഞ്ചസാര ശരിയാണോ, ഒറിജിനൽ പാലാണോ, ഇതൊന്നും നമ്മൾ നോക്കരുത്. അതിനെ പ്രസാദമായി കണ്ടുകൊണ്ട് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റിൽ നെയ്യില്ല ഒഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇറക്കേണ്ടതും ഇട്ടില്ല, ഇങ്ങനെ നമ്മുടെ പ്രസാദത്തിന് ഒരിക്കലും അത്തരത്തിൽ നിന്ന് കാണരുത്. അതാണ് പ്രസാദമാണ്. ഇവിടെ അന്തരാജാവ് ചെയ്ത ആ ഒരു പ്രവൃത്തി കാരണം കൊണ്ട് എന്തായി, കലനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള ഉത്തരം ജനിച്ചു. ജന്മനാൽ തന്നെ ദുഷ്ടൻ, രാജാവിൻ്റെ ഉത്തരവുമാണ്. പിടിച്ചു വലി, മറ്റുള്ളവരെ ദ്രോഹിക്കുക, ഹിംസിക്കുക, ഇതാണ് കുട്ടിയാവുമ്പോൾ തന്നെയുള്ള സ്വഭാവം. വളരെ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്ത് ഗ്രാമീണങ്ങളൊക്കെ ചെയ്ത് തിരിക്കിയ ഉത്തരനാണ് ഇപ്രകാരം. വൈരാഗ്യമുണ്ടായി അംഗമഹാരാജാവ്. ഇനി ഈ ജീവിതം വേണ്ട, നാട്ടിലേക്ക് പോവാം എന്ന് തീരുമാനിച്ചു. ആരോടും പറയാതെ ഒരു രാത്രി മരുന്ന് വിളിച്ചുകൊണ്ട് രാജാവ് അങ്ങനെ നാട്ടിലേക്ക് പോയി ഭഗവാനെ ബന്ധിച്ച് ഭഗവാനിലെത്താനായിട്ട് ഇവിടെ രാജാവിൻ്റെ രാജ്യത്ത്. അപ്പോൾ ആര് രാജാവാക്കണം? ഋഷികളെ വിളിച്ചു. ഋഷികൾ പറഞ്ഞു വേദന തന്നെയാക്കണം, വേദനാണല്ലോ കൊടുക്കുക. ഇതിപ്പോൾ തലൻ്റെ കയ്യിൽ താത്തൂര് കൊടുത്ത മതിയാവും, വേദന പിടിച്ചിരിക്കുക. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ വേറെ ആരെങ്കിലും രാജാവാക്കിയ പിന്നെ ഇതിനൊരു പ്രമാണമാക്കിയിട്ടെടുത്തു. മറ്റു പലരും അതെ എൻ്റെ ജീവിതത്തിലുള്ള ഋഷികൾ അപ്പം നമുക്കും ആവാം എന്നൊക്കെ പറയും. ഞങ്ങളായിട്ട് അങ്ങനെ ചെയ്യില്ല. വിരോധമില്ല, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലേ. ഇപ്പോൾ പലരുടെ കുട്ടികളെ മക്കളെ കാന്തോന്നികളാകുമ്പോൾ ഒരു പെണ്ണിനെ കെട്ടിച്ചാലും ശരിയാവുമെന്ന് പറഞ്ഞ് കെട്ടിക്കും. ചിലവരൊക്കെ ശരിയാവും, ചിലപ്പോൾ കെട്ടിയ പെണ്ണിൻ്റെ അവസ്ഥ എല്ലായിടത്തും പറയാം. അപ്പോൾ ഏതായാലും അങ്ങനെ തീരുമാനിച്ചു. ഋഷികൾ വന്നു, വേദനെ രാജാവാക്കി. ഇപ്പോൾ താക്കോല് കയ്യിൽ കിട്ടി, രാജാവായി. ഹിംസ കൂടുതലായി, ജനങ്ങളിൽ നിന്നും പിടിച്ചുപറിയായി. പണ്ടത്തില് നെല്ല് വളഞ്ഞു നിൽക്കുക, നാളെ പോയി കൊയ്തെടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക. കാലത്ത് കൊയ്യാനായിട്ട് ആൾക്കാരെ കൊണ്ട് പോകുന്ന സമയത്ത് ഒരു നെല്ലില്ല, ഒക്കെ പോയിരിക്കുന്നു. എവിടെയാ പോയത്? ഒക്കെ വേണമെന്ന് ചോദിച്ചു. ആരുടെ കംപ്ലൈൻറ്റ് ചെയ്യുക? ചെയ്യേണ്ട ആളെ രാജാവാണ്. ആ രാജാവാണ് അവർക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആരുടെയും കംപ്ലൈൻറ്റ് ചെയ്യും? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടി നിവൃത്തിയില്ലാതെ ഉണ്ടായി. മഹർഷിമാരോട് എന്ന് പറഞ്ഞു, നിങ്ങളെന്നെ കിട്ടുന്നൊക്കെ കാരണം. മഹർഷിമാർ പറഞ്ഞു, നമ്മളൊക്കെ ഉദ്ദേശിക്കാം. വേനലെടുത്ത് പോയി ഉപദേശമൊക്കെ കൊടുത്തു, ആത്മോപദേശമൊക്കെ. മഹാവിഷ്ണുവിൻ്റെ പ്രതിനിധിയാണ് രാജാവ്. ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ സമ്പത്താണ്. അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് രാജാവ് ഇരുന്ന് ഭരിച്ച് ജനങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാണ്ട് ജനങ്ങളെ ദ്രോഹിക്കുകയല്ല വേണ്ടത്. ഇതൊന്നും അവനവൻ്റെ സ്വത്തായിട്ട് കാണരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുത്തു. ഉപദേശമൊക്കെ ഇന്ന് കേട്ടു. അവസാനം പറഞ്ഞു, എന്നാൽ ഞാനെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ട് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ഉപദേശം തരാം. അപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞത് മഹാവിഷ്ണുവിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പ്രതിനിധിയായിട്ട് ഞാനിവിടെ ഇരിക്കുമ്പോൾ വേറൊരു മഹാവിഷ്ണുവിന് എന്തിനാണ് യജ്ഞങ്ങളും യാഗങ്ങളും ഹോമങ്ങളും പൂജകളും ഒക്കെ കൊടുക്കുന്നത്? എല്ലാം എനിക്ക് തന്നാൽ പോലെ. ഞാനല്ലേ ഭഗവാൻ, ഞാനില്ലാതെ പിന്നെ വേറെ ഭഗവാനാരാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭൂമിവാസികൾ പറഞ്ഞു. ഇവർ നേരാമില്ലാതെ മനസ്സിലാക്കിയ ഋഷികളെ ദേഷ്യപ്പെട്ട ഒരു ഓങ്കാരം ചെയ്യുന്ന പറഞ്ഞത്. അവർ ഓങ്കാരം ചെയ്തതോടുകൂടി ജലത്ത് വസിച്ചു, മരിച്ചു. ഋഷികളെ ഒന്ന വഴിക്ക് കൂടി. അമ്മയ്ക്ക് വളരെയധികം മനസ്സിൽ കഷ്ടമായി. ഭർത്താവാണെങ്കിൽ കാശിൽ പോയി, ഒരു പുത്രനാണെങ്കിൽ ഇതാ ഭൂമിവാസിയായിരുന്നു. 4 പുത്രനുണ്ടായിരുന്നപ്പോൾ പറഞ്ഞിട്ടാണ് എനിക്ക് കിടക്കുക. എന്തായാലും ഗതിയിൽ വെച്ച് കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ല. എണ്ണത്തോണി ഇട്ടു വെച്ചു. കുറേ കാലമായി പെൺകളനായിരുന്നവർ ഇവർ പോയപ്പോൾ ബാക്കിയുള്ള കള്ളന്മാരൊക്കെ തലമുട്ടി സ്വന്തം ജനങ്ങളെ വീണ്ടും ഒഴിക്കാൻ തുടങ്ങി. ജനങ്ങളെ വീണ്ടും കുട്ടികൾ വിട്ടുപോയി. അവർ തിരിച്ചു വന്നു. രാജ്ഞിയെ കണ്ടു. രാജ്ഞി പറഞ്ഞില്ല, ആ വേനന്റെ ശരീരത്തിനെ ഒരു തുണിയിലിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കൊണ്ടുവന്നു. ആദ്യം ആ കാലുകളെ മാത്രം ചൊല്ലിക്കടന്നു. പാപസ്വരൂപമായിട്ട് നിഷാദൻ എന്ന് പറഞ്ഞിട്ട് അവർ 2 അടി 1.5 അടി പൊക്കമെന്ന് അടർത്തിയിട്ടുണ്ട്. ഒരു കുട്ടി ഉണ്ടായി. അമ്മക്കങ്ങനെ തീക്കട്ടമാണ് ഇരിക്കുന്നത്. അവനോട് പറഞ്ഞു, നീ പൊക്കോ, കാട്ടിൽ നിന്ന് താമസിച്ചു, നാട്ടിൽ ഇരിക്കാൻ കൊള്ളുന്നതല്ല നീ എന്ന് പറഞ്ഞു.
അവൻ കാട്ടിലേക്ക് പോയി പിന്നീട് ആ വംശത്തിൽ വന്നവരാണ് നിഷാദവംശിതര് എന്ന പേര് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. പിന്നീട് വീണ്ടും മന്ത്രങ്ങൾ ലഭിച്ച് ഇടവിന്റെ വലത്തെ കൈ കടഞ്ഞു. അതിൽ നിന്നും മഹാവിഷ്ണു സ്വരൂപമായി പൃഥുവും ഇടത്തെ കൈ കടഞ്ഞപ്പോൾ മഹാലക്ഷ്മിയുടെ സ്വരൂപമായിട്ടുള്ള അത്യുസ്തും അവതരിച്ചു എന്ന് പറഞ്ഞു. അവതരിച്ച പൃഥുവിന്റെ കയ്യിൽ കാലിനുള്ള ചിഹ്നങ്ങളെല്ലാം കണ്ടു. ആ ഭഗവാന്റെ ചിഹ്നങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലും കാലിലും കാണാൻ കഴിയുന്നത് കൊണ്ട് അവർക്ക് മനസ്സിലായി മഹാവിഷ്ണു തന്നെയാണ് അവതരിച്ചിരിക്കുന്നത്, അവരുടെ ശില്പം തന്നെയാണ്, അവതാരം തന്നെയാണെന്ന് മനസ്സിലാക്കി ഗംഭീരമായിട്ട് ഒരുപാട് സ്തുതിയൊക്കെയുണ്ട്. 15-16 മുതലായിട്ടുള്ള പഠനങ്ങളാണ് ഞാൻ പറയുന്നത്. ആ സ്തുതിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ സന്തോഷിച്ച പുള്ളി പറഞ്ഞു, ഞാനിപ്പോ അവതരിച്ചിട്ടേ ഉള്ളൂ. ആരെയാ സ്തുതിക്കേണ്ടതെന്ന് വെച്ചാൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയാ സ്തുതിക്കേണ്ടത്. ഞാനിപ്പോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സ്തുതിക്കുന്നത് ഭഗവാനെയാണ്, എന്നെയല്ല. കാരണം എല്ലാം കൊണ്ട് അനുഗ്രഹിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാനെയാണ് നിങ്ങൾ സ്തുതിക്കേണ്ടത്, എന്നെ സ്തുതിക്കരുത് എന്നെല്ലാം അവരോട് പറഞ്ഞു. നാട്ടുകാരെയൊക്കെ കണ്ടു. അവരൊക്കെ തോന്നുമായിട്ട് ദുഃഖിതരായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ദുഃഖിതരായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ പറഞ്ഞത് എന്ത് ചെയ്യാനോ, ഭൂമിയിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല, ജനധാന്യാദികൾ ഒന്നുമില്ല, നിങ്ങൾക്ക് ഉണ്ണാനുള്ള വളർന്നുമില്ല, കുടിക്കാനുള്ള വെള്ളം സമയത്തിന് കിട്ടുന്നില്ല, എല്ലാം കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെ എന്ന് പറഞ്ഞപ്പോഴാണ് സുഹൃത്തിന് ദേഷ്യം വന്നത്. ഭഗവാൻ പറഞ്ഞു, എൻ്റെ രണ്ടും അങ്ങോട്ട് എടുത്തു, ഭൂമിയെ ഒരു പാട്ടെടുപ്പിക്കാം എന്ന് പറഞ്ഞ് തൻ്റെ ആ വലിയ ആക്രമണം കൊണ്ട് കൊടുത്തു. ഭൂമിദേവിയെ വധിക്കാനായിക്കൊണ്ട് കണ്ട പേടിക്കാറായ ഭൂമിദേവി ഗോവിന്ദ രൂപം സ്വീകരിച്ചു. ഗോഹത്യ നിഷിദ്ധമാണ്. ഗോവിന്ദ രൂപം സ്വീകരിച്ചാൽ ഭഗവാൻ തന്നെ ഒന്നും ചെയ്യില്ല എന്ന വിചാരിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ അധർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു രൂപം സ്വീകരിച്ചതാണ്, അതുകൊണ്ട് നിന്റെ വധം പാപമല്ല, എന്നെ ഞാൻ വധിക്കും. എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ ഒന്നായി തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ ജലാചരത്തിലുള്ള എല്ലാവർക്കും അന്നങ്ങൾ കൊടുക്കാനാണ്. അതൊന്നും നീ ചെയ്യുന്നില്ല. അപ്പം നീ രക്ഷപ്പെടാൻ യോഗ്യതയാണ് എന്ന് പറഞ്ഞത് ഞാൻ കൊടുക്കണം, വേണ്ടാന്ന് പറഞ്ഞിട്ടല്ല. പക്ഷെ ഞങ്ങളുടെ പൂർവികന്മാരായിട്ടുള്ള വേദന മുതലായവരെല്ലാം കട്ടുമുടിച്ച് എല്ലാം തീർത്ത സമയത്താണ് ഞാൻ ആർക്കൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞതിൽ വെച്ചത്. പക്ഷെ അങ്ങ് ഭഗവാന്റെ അവതാരമാണ് എന്നുള്ളത് എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ഇതിൽ രാജ്യം അഭിവൃദ്ധിപ്പെടും എന്നുള്ളതിൽ സന്തോഷമായുള്ളൂ. എല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ആർക്കെന്തൊക്കെ വേണമെങ്കിലും ഗൗരവമായിട്ടും എന്നിൽ നിന്ന് നിങ്ങൾക്ക് കടന്നെടുക്കാം എന്ന് ഭൂമിദേവി പറഞ്ഞു. അതനുസരിച്ചിട്ട് ദേവന്മാരും മധുരന്മാരും മനുഷ്യന്മാരും വികാരന്മാരും ബന്ധവന്മാരും എല്ലാവരും അവിടെ നിന്നായിട്ട് പറയുന്നുണ്ട്. അവരവരുടെ നേതാക്കന്മാരെ, അവരവരുടെ പുരോഹിതന്മാരെ പശുക്കുട്ടിയായി കരുതിക്കൊണ്ട് ഭൂമിയിൽ നിന്നും അവരവർക്ക് വേണ്ടതെല്ലാം കടന്നെടുത്തു, ഋഷികളെ വേദനകൾ കടന്നെടുത്തു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പ്രഹ്ലാദനെ അസുരന്മാര് കൈക്കുട്ടിയായിക്കൊണ്ട് എടുത്ത് മധ്യം കടന്നെടുത്തു അങ്ങനെ കളിയെന്ന് അവിടെ പറയുന്നത്. ഏതായാലും ഇതെല്ലാം സന്തോഷിച്ച പൃഥു മഹാരാജാവ് ഭൂമിയെ തന്റെ പുത്രിയായിട്ട് സ്വീകരിച്ചു. അങ്ങനെ പൃഥു മഹാരാജാവ് പുത്രിയായിട്ട് ഭൂമിയെ സ്വീകരിച്ചതിന് കാരണം കൊണ്ട് പൃഥ്വിയുടെ പുത്രി എന്നുള്ളതൊക്കെ പൃഥ്വി എന്ന പേര് ഭൂമിക്ക് കിട്ടി എന്ന് അവിടെ സൂചിപ്പിച്ചു. അങ്ങനെയുള്ള പൃഥു മഹാരാജാവിന്റെ രാജ്യഭരണം ഗംഭീരമായിരുന്നു. കാമനകൾ എപ്രകാരത്തിലുള്ളതായിരിക്കണം, ഈശ്വരോന്മുഖമായിട്ടായിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങളെ തിരിക്കേണ്ടത് എന്ന് കാണിക്കുന്നതിലാണ് അദ്ദേഹം 99 അശ്വമേധ യാഗങ്ങൾ ചെയ്തു. 100ാമത്തെ അശ്വമേധ യാഗം ചെയ്യാൻ യാഗനിഷ്ഠ യാഗം സംഗീതമാശയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സമയത്താണ് അവിടെ കാലത്ത് ഇഷ്ടപ്പെട്ട വ്യക്തിയിലെ ഇന്ദ്രനെ 100 യാഗങ്ങൾ ചെയ്താൽ തന്റെ സ്ഥാനം എന്ന് പേടിച്ച ഇന്ദ്രൻ ആ യാഗം മുടക്കാനായിക്കൊണ്ട് പല വേഷത്തിൽ വന്ന യാഗാശ്വത്തെ കട്ടുകൊണ്ടുപോയി. എല്ലാ പ്രാവശ്യവും അംഗീകരണത്തിന്റെ മുത്തമാനെ പറഞ്ഞേക്കും. മുത്തമാൻ അടുത്ത് ചെന്ന് അമ്പുകളും എടുത്ത് യുദ്ധത്തിന് തയ്യാറാവുമ്പോൾ ഇന്ദ്രൻ മറയും. അശ്വത്തിനെ വിട്ടുകൊടുക്കും, അശ്വത്തിനെ കൊണ്ടുവരും, കെട്ടും. പിറ്റേ ദിവസം കാലത്ത് യാഗം നടത്താൻ നോക്കുമ്പോൾ വീണ്ടും അശ്വമില്ല, വീണ്ടും പോകും. ഇങ്ങനെ പലതവണ ആവർത്തിച്ച സമയത്ത് പൃഥു മഹാരാജാവിന് ദേഷ്യം വന്നു. എടുക്കേണ്ട വീണ്ടും ഇന്ദ്രന്റെ കഥപ്പ കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് കേസ് പറഞ്ഞത് യാഗനീക്ക് എടുത്താണ്
ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് അത് ശരിയല്ല. മാത്രമല്ല, ഈ ഇന്ദ്രന്റെ അഹങ്കാരത്തെ തീർക്കാനായിക്കൊണ്ട് അന്ന് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞങ്ങളുടെ മന്ത്രത്തിന് അതിനുള്ള ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് ഇന്ദ്രനെ ആവാഹിക്കാം എന്ന് പറഞ്ഞ് ഇന്ദ്രനെ ആവാഹിക്കുന്ന മന്ത്രം ജപിച്ചു. ഇന്ദ്രൻ ഭയപ്പെട്ടു ബ്രഹ്മാവിന്റെ അടുത്ത് പോയി രക്ഷിക്കാൻ. ബ്രഹ്മാവിന്റെ പ്രത്യക്ഷമായി പൃഥ്വിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങനെയിപ്പോൾ ഈ യാഗം ചെയ്ത് മൂടണം തികച്ചെങ്കിലും നേടാനായിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ലോക സമസ്ത സുഖനോഭവന്നു അതിനല്ലേ ഈ യാഗം ചെയ്യുന്നത്. ഭഗവാനായിട്ടുള്ള അങ്ങക്ക് എന്ത് യാഗം എന്ത് സമ്പാദിക്കണം ഒന്നുമില്ലല്ലോ ആഗ്രഹങ്ങൾ. അപ്പൊ അതുകൊണ്ട് 99 യാഗങ്ങളാണ് ചെയ്തത് തന്നെ ധന്യമായി. യാഗം നിർത്തൂ എന്ന് പറഞ്ഞു. യാഗം നിർത്തി. അപ്പോഴേക്കും ഇന്ദ്രനെയും കൊണ്ട് മഹാവിഷ്ണു ആ യജ്ഞത്തിൽ പ്രത്യക്ഷനായിട്ട് വന്നു. പൃഥ്വിനെ അനുഗ്രഹിച്ചു. ഇന്ദ്രനെ മാപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രനോട് എനിക്ക് ശത്രുതയൊന്നുമില്ല, മിത്രതയാണ് എന്ന് പറഞ്ഞ് പൃഥ്വി ഇന്ദ്രനെ സ്വീകരിച്ചു. എല്ലാ മര്യാദകളോടും കൂടി തന്നെ സ്വീകരിച്ചു. ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാൻ എന്ത് വരണ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് 14,000 കർമ്മങ്ങളാണ് തരേണ്ടത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദേഹത്തിന് മുഴുവൻ അത് ആക്കി തരും എന്ന് അർത്ഥം വയ്ക്കരുത്. 14,000 കർമ്മങ്ങളായി എന്ന് പറഞ്ഞാൽ അത്രയും ഭഗവാൻ കഥകൾ കേൾക്കാനും സത്സംഗങ്ങൾ കിട്ടാനുമുള്ള ഭാഗ്യം തരണം എന്നാണ് എന്ന് നമ്മൾ എടുക്കേണ്ടത്. അതിനെ ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിച്ചു. ആത്മോപദേശം ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ യഥാസമയത്ത് അങ്ങ് രാജ്യം പരിപാലിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അമ്മയ്ക്ക് ആ കർമ്മങ്ങളെല്ലാം പൂർത്തിയാകുന്ന സമയത്ത് അമ്മയ്ക്ക് ആത്മോപദേശം ചെയ്താൽ സനത്കുമാരാദികൾ സ്വയം വരും എന്ന് അനുഗ്രഹിച്ച് ഭഗവാൻ പ്രദാനം ചെയ്തു. ഭഗവാനെയും ബ്രഹ്മാവിനെയും കൃഷ്ണനെയും എല്ലാം നമസ്കരിച്ച് പൃഥു മഹാരാജാവ് ഗംഭീരമായിട്ടുള്ള ഒരു അധ്യഭരണങ്ങൾ ചെയ്തു. ഭൂമിദേവി കപ്പലേറ്റ് ചെയ്തു. കാരണം ഇപ്പോൾ എല്ലാ സ്ഥലത്തും മലകളാണ്. മഴ പെയ്താൽ വെള്ളം കിട്ടുന്നില്ല. വെള്ളമെല്ലാം ഒഴിച്ച് സമുദ്രത്തിൽ പോകുന്നു. ഇതിനെ നിങ്ങൾ ഉപാധി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് നല്ല അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട് പല ഭാഗത്തും ഭൂമിയെ നിരപ്പാക്കി ആ വെള്ളം തന്നാലും കൃഷികൾ മുതലായവ അഭിവൃദ്ധിപ്പെടാനുമായിട്ട് ചെയ്തു കൊടുത്തു എന്നൊക്കെ ഭാഗവതം പറയുന്നു. അങ്ങനെ ഗംഭീരമായിട്ട് രാജ്യഭരണം ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹപ്രകാരം തന്നെ സുനകാദികൾ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്നു. ആ ആത്മജ്ഞാനമെല്ലാം സുനകാദികളിൽ നിന്നും സിദ്ധിച്ച പൃഥു മഹാരാജാവ് തന്റെ മൂത്ത പുത്രനായിട്ടുള്ള വിജിതാശ്വനാണ് അശ്വത്തിനെ വിധിച്ചുകൊണ്ട് എന്തിന്റെ അടുത്ത് നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് വിജിതാശ്വൻ എന്ന പേര് കിട്ടി. വിജിതാശ്വനെ ഏൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പൃഥു തപസ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞ ആ പൃഥുചരിതത്തിലുള്ള പറഞ്ഞു. അപ്പൊ ഈ പൃഥുചരിതം പറയാനുണ്ടായ കാരണം ആ കഥ എന്താണ് എന്ന് ചോദിച്ചാൽ, ധ്രുവചരിതം അവസാനിപ്പിച്ച സമയത്ത് ശ്രീശുദ്ധമഹർഷി പരീക്ഷത്തിനോട് പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ അനക്കി പറഞ്ഞ ഈ ധ്രുവചരിതം എന്ന് പറഞ്ഞ ഈ കഥ പണ്ട് പ്രദേശങ്ങളുടെ സദസ്സില് ശ്രീനാരദൻ പറഞ്ഞതാണ്, പാടിയതാണ്. ആ കഥ ഞാനൊന്ന് കേട്ടതാണ്. അതാണ് സ്വാമിക്ക് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഈ പ്രദേശങ്ങളായി എന്ന് ചോദിച്ചപ്പോഴാണ് ആ പ്രദേശങ്ങളെ പറയാനായിക്കൊണ്ട് ആ ധ്രുവന്റെ വംശം പറഞ്ഞതും അങ്ങനെ പറഞ്ഞതും വേലനെ പറഞ്ഞതും ഇതാ ഭഗവാൻ ഗുരുവായി കഥകളും എല്ലാം ഇതുവരെ പറഞ്ഞു. കഥ കൊണ്ടുപോകുന്നത് പ്രദേശങ്ങളിലേക്കാണ്. അങ്ങനെ ഈ പൃഥ്വിന്റെ കഥകള് പറഞ്ഞപ്പോഴാണ് ആ കഥകളെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വംശത്തിലുള്ള പ്രാചീന ബഹിഷത്ത് എന്നാണ് പേര്, അദ്ദേഹത്തിന്റെ കഥയെ പറയാൻ തുടങ്ങിയത്. ബഹിഷത്ത് കർമ്മഠനായിരുന്നു. കർമ്മത്തിലായിരുന്നു താല്പര്യം മുഴുവൻ. എന്താ അദ്ദേഹം ചെയ്ത കർമ്മങ്ങള് എന്ന് ചോദിച്ചാൽ, ബ്രാഹ്മണന്മാര് സ്വാർത്ഥരായിട്ടുള്ള ബ്രാഹ്മണന്മാര് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് ഇദ്ദേഹത്തിനെ പറഞ്ഞു ബോധിപ്പിച്ചു. കുറെ യാഗങ്ങളെ യജ്ഞങ്ങൾ ചെയ്താൽ മരിച്ചു കഴിഞ്ഞ സ്വർഗത്തിൽ പോയിട്ട് ലോകാവസാനം വരെ സുഖമായിട്ട് പുണ്യം അനുഭവിച്ച് സ്വർഗസുഖം അനുഭവിച്ച് കഴിയാമെന്ന് പറഞ്ഞു. ധാരാളം ദാനം ദക്ഷിണമൊക്കെ കിട്ടുമല്ലോ ഓരോ യാഗത്തിനും എന്ന് പറഞ്ഞ് ഇദ്ദേഹം യാഗം ചെയ്തു. പണ്ടൊക്കെ ഓരോ യാഗത്തിനും ഒരു പശുബലി ആവശ്യമാണ്. അങ്ങനെ ഇദ്ദേഹം ഒരു യാഗം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കിഴക്കോട്ട് ഗർഭം വിരിച്ച് അടുത്ത ദിവസം മുതൽ അടുത്ത യാഗം. നമ്മളിപ്പോ ഒരു മാസത്തിലെ ഒരു ഭാഗവത യജ്ഞാണ് ചെയ്യുന്നത്. അദ്ദേഹമാണെങ്കിൽ എങ്ങനെയാണ് ഇന്നത്തത് കഴിഞ്ഞു, അവിടുത്തെ സ്നാനം കഴിഞ്ഞു വന്നു എന്നാൽ പിറ്റേ ദിവസം അവിടെ ഗർഭവിരിച്ചു, നൈമിഷാരണ്യം തുടങ്ങി ഭാഗവതം തുടങ്ങി. ഇതേമാതിരി അദ്ദേഹം യാഗം തുടങ്ങിയിരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ
അങ്ങനെ യാഗം ചെയ്ത് ഭൂമിയെ ഒരു വരം വെച്ചു എന്നാ ഭരണത്തിന്റെ അത്രയും യാഗങ്ങൾ ചെയ്തിരിക്കുന്നു. അതിൽ പശുപതി മുതലായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഭരിച്ചത് ഹരിയായത് കാരണം കൊണ്ട് ഭഗവാൻ തീരുമാനിച്ചു ഇവനെ അനുഗ്രഹിക്കണം. അതിനായിട്ട് നാരദ മഹർഷിയെ പറഞ്ഞു. ഈ പ്രാചീന വംശീയത്തിന് 10 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ പേരുകളാണ് പ്രജേതസ്സുകൾ. അവരുടെ കഥയിൽ എനിക്ക് അതിന് പോകേണ്ട. ഈ പ്രജേതസ്സുകളെ 10 പേർക്ക് ഒരേ പേര. എന്താന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ ഇരട്ട കുട്ടികൾ കണ്ടാലൊക്കെ ഒരു മാതിരി ഉണ്ടാവും. 3 കുട്ടികളെ ഒരേ മാതിരി ഗുണം അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കഷ്ടമാണ്. പക്ഷേ കുട്ടികളുടെ രൂപമൊക്കെ ഒരേ മാതിരി ആയാലും അവരുടെ മനസ്സൊന്നും ഒരു മാതിരിയല്ല. ഒരുത്തന്റെ മനസ്സുമായി മറ്റൊരുത്തന്റെ മനസ്സുണ്ടാവും. ഒരുത്തൻ ശാന്തമാണെങ്കിൽ മറ്റൊരുത്താൻ കൊടുക്കാനൊക്കെവനാണ് അല്ലേ? മനസ്സുകൊണ്ട് ഒരിക്കലും ഒന്നാണ്. രൂപമുണ്ട്, ശരീരമുണ്ട്, നിറമുണ്ട്, ആകൃതി കൊണ്ടൊക്കെ ഒന്നാവാം. ഇവിടെ അങ്ങനെയല്ല, മനസ്സുകൊണ്ടും ഒരേ മാതിരിയാണ് 10 പേര് പ്രജേതസ്സുകൾ. അവര് ജന്മനാൽ തന്നെ ശ്രീഹരി ഭക്തന്മാരായിരുന്നു, ആത്മാരാമന്മാരായിരുന്നു. ജനിച്ചപ്പോൾ അച്ഛനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. അച്ഛൻ പറഞ്ഞത് നിങ്ങളെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് വിവാഹം കഴിച്ച് പ്രജാസൃഷ്ടിയൊക്കെ നടത്തി രാജ്യഭരണമൊക്കെ ചെയ്ത് എല്ലാം വേണമെന്ന് പറഞ്ഞു. നോക്കൂ, ധർമ്മസങ്കടത്തിലായി. നമ്മളെ ഭാഗവതം കേൾക്കണോ, നാരായണീയം കേൾക്കണോ, പലരും ചെയ്യുന്നു, നാരായണഗാനം വിളിക്കുന്നു. എന്തിനാന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ലൗകിക വിഷയത്തിൽ നിന്ന് മനസ്സുപോയി ഭഗവാനിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം. നമ്മളുടെ തന്നെ ലൗകിക വിഷയത്തിൽ നിന്ന് മനസ്സുഭാഗത്തേക്ക് എത്താനാണ്. ഇവിടെ നേരെ മറിച്ച ഇപ്പൊ അവരുടെ മനസ്സ് ഭഗവാനില്ല. ഭഗവാനല്ല, ശ്രീഹരിയല്ലാതെ ഒന്നും വിചാരിക്കുന്നില്ല. അവരോടാണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുമെന്ന് അച്ഛൻ പറയണം. അച്ഛൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വയ്യ, കേട്ടേ പറ്റൂ. കേൾക്കാൻ പാടില്ലല്ലോ അച്ഛൻ. എന്താ ചെയ്യേണ്ടതെന്നാണ് എല്ലാവരും കൂടി തീരുമാനിച്ചു. എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു അഡ്വാൻസ് ജാമ്യം കൊടുക്കണം. ആരെടുക്കുന്ന മഹാവിഷ്ണുവിന്റെ അടുക്കുന്നു. എന്താ നിങ്ങളിതാ ഈ ഗൃഹസ്ഥാശ്രമമൊക്കെ സ്വീകരിച്ച് രാജ്യങ്ങളൊക്കെ ചെയ്ത് ലൗകികത്തിലേക്കൊക്കെ വന്നാൽ അവസാനം അങ്ങേലേക്ക് നിങ്ങളുടെ മനസ്സ് വരും. അതിനുള്ള അനുഗ്രഹം കഴിക്കുക എന്ന് പറഞ്ഞ അവർ ഭഗവാനെ ശ്രീഹരിയെ വെട്ടിക്കാനായിട്ട് ഇതാ പോയി. അവർ നടന്ന് പോകുന്ന സമയത്ത് ഭഗവാനെ വെട്ടിക്കാനായി പോകുന്നത് അവിടെ സാക്ഷാൽ മമ്മിയോടൊപ്പം തന്നെ പ്രത്യക്ഷമായി വന്നു. ഗുരുവായിട്ട് എല്ലാ മമ്മികളെ പോകുന്നതെന്ന് വിരോധമില്ല, നല്ല കാരണമാണ്, ഭഗവാനെ വെട്ടിക്കേണ്ടതാണ്, ചെയ്യേണ്ടത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞ് കണ്ട് കൃഷികർമ്മങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പിതാവായിട്ടുള്ള ബ്രഹ്മാവ് നിങ്ങൾക്ക് ഒരു മന്ത്രം ഉപദേശിച്ചിട്ടുണ്ട്. ആ മന്ത്രത്തെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. ഈ മന്ത്രം ധരിച്ചുകൊണ്ട് ഭഗവാനെ നിങ്ങൾ ധരിച്ചാൽ ശ്രീഹരിയിലെ ദർശനം കിട്ടും, അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞാൽ 24-ാമത്തെ അധ്യായത്തില് രുദ്രഗീതം എന്ന് പറഞ്ഞ മന്ത്രം മഹാലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഭരിക്കുന്നതായിട്ടുള്ള രുദ്രഗീതം എന്ന് പറഞ്ഞതായിട്ടുള്ള മന്ത്രത്തെ ഓർക്കുക. നമസ്തം കജനാഭായ ഭഗവാനെ ഭരിക്കാനുള്ള രുദ്രഗീതം എന്ന് പറഞ്ഞ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരെ പ്രസ്ഥാനം ചെയ്തു. പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിന്റെ വടക്കേ ഭാഗത്തുള്ള കുളത്തിലാണ് അവരെ കഴുത്തിനൊപ്പം വെള്ളത്തിൽ നിന്ന് 10,000 വർഷം അവരെ ഈ രുദ്രഗീതം ജപിച്ച് ഭഗവാനെ ഭജിച്ചെന്നാണ് ഭാഗവതത്തിൽ. ഗുരുവായൂരിലെന്ന് എഴുതിയിട്ടില്ല, പക്ഷേ ഒറ്റപ്പാട് നാരായണീയത്തിൽ എഴുതിയിട്ടുണ്ട്. ഭഗവാൻ ഞങ്ങളുടെ അടുത്തുള്ള അവരുടെയല്ലേ അവരെ ഭജിച്ചത് അറിയുകയെന്ന്. മഹാത്മാക്കളാണ്, ജ്ഞാനികളാണ്, അവർക്ക് ജ്ഞാനം കൊണ്ടാണ് അവരൊക്കെ എഴുതുന്നത്. ഭഗവാൻ പ്രയോജനമാണ്, നമ്മൾ ശരിയായിട്ട് തന്നെ എടുക്കുക. എന്തായാലും അവരങ്ങനെ ഭജനത്തിൽ നമ്മൾ ഇരുന്നു. ആ സമയം നോക്കിയിട്ട് നാരദൻ വിചാരിച്ച് ഏതായാലും പ്രതീക്ഷത്തിന് പോയിട്ട് അവൻ്റെ ഈ കർമ്മനായിട്ടുള്ള അവന് ആത്മ ഉപദേശം കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടേക്ക് പോകുന്നു. അവിടേക്ക് പോയിട്ടുള്ള പ്രാചീന വൈശിഷ്ട്യത്തിനെ കണ്ടു. എന്താ വൈശിഷ്ട്യത്തെ സുഖം തന്നെയല്ലേ, എന്താ ചെയ്യുന്നത്? യാഗങ്ങളാണ്. എത്ര യാഗം ചെയ്തു? അതൊന്നും നമുക്ക് നടത്തില്ല, യോഗം ചെയ്യുന്നുണ്ട്. അതെയോ, എന്തിനെ പറ്റി യാഗം ചെയ്യുന്നത്? സ്വർഗാദി സുഖങ്ങളെ ഭോഗങ്ങളെ ലഭിക്കാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു. സ്വർഗത്തിൽ പോയ സുഖാണോ? ആ സുഖാണ്. ഈ കാര്യം ചെയ്യാം, പോകുന്നതിന് മുമ്പ് ആ സ്ഥലം എങ്ങനെയൊക്കെയാണെന്ന് അന്വേഷിച്ചിട്ട് പോയാൽ പോലെ. അത് ശരിയാ, എങ്ങനെ അന്വേഷിക്കുക? ഇത് എന്റെ തൊട്ടുള്ളൂ, ഞാൻ ആ സ്വർഗം നമുക്ക് കാണിച്ചു തരാം എന്നിട്ട് തീരുമാനത്തോട് പോകാൻ വേണ്ടി വന്നത്. ശരിയെന്ന് പറഞ്ഞു. നാരദനെ തൊട്ടു. ആ സ്വർഗത്തെ കണ്ടു. പക്ഷേ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി നോക്കുമ്പോഴാണ്
മുഹൂർത്ത് ഇരുമ്പ് കാറ്റ് ഒഴിപ്പിച്ചിരുന്ന അതിലുള്ള ആ കുടുംബങ്ങളെ വെച്ചുകൊണ്ട് തന്നെ കണ്ടാൽ കുത്താനിക്കുകയാണ്. ഇതായിപ്പോൾ നാരദന്റെ ആ തപസ്സിന്റെ ബലം കൊണ്ട് പ്രാചീന വൈദ്യത്തിന് അവയ്ക്കും കാണാൻ പറ്റുന്നുണ്ട്. പ്രാചീന വൈദ്യത്തിന് കണ്ട ഉടനെ കുത്താനായിട്ട് തിപ്പാനെ കൊണ്ടുവരിക, അടുത്ത തിപ്പ കൊടുത്തെന്ന് പറഞ്ഞ സമയത്തില്ല പ്രാചീന വൈദ്യത്തിൽ കയ്യെടുത്തു നാരദന്റെ മുകളിൽ, അല്ലെങ്കിൽ പുറത്തുകൊണ്ട് എത്താലോ. കയ്യെടുത്ത ഉടനെ ആ ദൃശ്യങ്ങൾ പോയി നോക്കുന്ന സമയത്ത് ആകെ വ്യക്തി വിളിച്ച് നിൽക്കുകയാണ്. പ്രാചീന വൈദ്യത്തിൽ പ്രവേശനം കണ്ടിട്ടാകുന്ന ഇരിക്കുന്നുണ്ട്. എന്താ വൈദ്യത്തെ തുടങ്ങി അതെല്ലാം അനുഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ പറഞ്ഞ് വേണ്ടായിരിക്കും. ഈ തൊട്ടാണെന്ന് അവിടെ എത്താനേ പറ്റില്ല. അതിനു മുമ്പ് ഞാൻ കഷ്ണമായി ഇവരുടെ കുത്തുകൊണ്ട് അപ്പോൾ എനിക്ക് ശ്രേയസ്സായിട്ടുള്ള മാർഗം എന്താണ് അതൊന്ന് പറഞ്ഞു തരണം. ഇന്ന് താല്പര്യം വേണം നമസ്കരിച്ചപ്പോൾ അങ്ങേക്ക് ശ്രേയസ്സായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം എന്ന് പറഞ്ഞൊരു കഥ പറയുന്നു. ആ കഥയാണ് അടുത്ത 25-ാമത്തെ അധ്യായം മുതൽ 29-ാമത്തെ അധ്യായം വരെ പറയുന്ന 5 രഹസ്യങ്ങളെ കൊണ്ട് പറയുന്നതായിട്ടുള്ള പുരഞ്ജന പാഠ്യാനം എന്ന് പറയുന്നതായിട്ടുള്ള ആത്മതത്വം. ഇതൊക്കെ പറയാൻ ഒരുപാട് സമയങ്ങൾ വേണം, വേണ്ടതാണ്. കാലത്ത് പറഞ്ഞതുമായൊക്കെ പറയേണ്ടതാണ്. എന്താ ചെയ്യാൻ ആ വാർത്ത നോക്കിയപ്പോൾ 4:10 ആയിരിക്കും. 4 മണിയല്ലേ നമ്മുടെ സമയം പറഞ്ഞത്. എന്തായാലും ഓടിച്ചുകൊണ്ട പുരഞ്ജന പാഠ്യാനം എന്ന് പറഞ്ഞു പോവാം. അത്രയും സമയം അനുവദിക്കുമ്പോൾ എല്ലാവരും ക്ഷമിക്കുക. രണ്ട് സുഹൃത്തുക്കളെ ഒരുമിച്ച് ജീവിച്ചിരുന്നു. പരമാനന്ദത്തിലാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ പരമാനന്ദത്തിൽ ജീവിക്കുമ്പോൾ അതിൽ ഒരു സുഹൃത്തിന് തോന്നി, ഇവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് സുഖം കിട്ടും, നല്ല സുഖങ്ങളും അനുഭവിക്കാം എന്ന് വിചാരിച്ച് തൻ്റെ ആത്മസുഹൃത്തിനെ വിട്ടുകൊണ്ട് കൂടുതൽ സുഖത്തിനെ അന്വേഷിച്ചുകൊണ്ട് പോയി. പല പല കൊട്ടാരങ്ങളിലും പോയി താമസിച്ചു. അവിടെ നിന്നും തൃപ്തി ഉണ്ടായില്ല, സുഖം കിട്ടിയില്ല. അങ്ങനെ ഇനി ഏത് കൊട്ടാരത്തിലാണ് പോകാമെന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്താണ് ഹിമാലയത്തിൻ്റെ മുകളിൽ വന്നു. നോക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുഭാഗത്ത് വലിയൊരു മണിമാളിക കണ്ടു. വലിയ കൊട്ടാരം, 9 മതിലുകളുള്ള കൊട്ടാരമാണ്. അടുത്ത് നിന്ന് നോക്കാം. നോക്കിയപ്പോഴോ നല്ല സുന്ദരമായിട്ടുള്ള കൊട്ടാരം. ഈ കൊട്ടാരത്തിൽ താമസിച്ചാൽ എല്ലാ സുഖവും കിട്ടും എന്ന് വിചാരിച്ചു. കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു യുവതി ഇരിക്കുന്നു. കണ്ട മാത്രമേ തന്നെ ആ യുവതി മനസ്സിൽ ലയിച്ചു. കൊട്ടാരം മാത്രമല്ല, യുവതിയുണ്ടെന്ന് മനസ്സിലായി. അകത്ത് ചെന്നു. യുവതി നോക്കി പുഞ്ചിരിച്ചു. ഇദ്ദേഹവും പുഞ്ചിരിച്ചു. യുവതിയോട് ചോദിച്ചു, നീ ആരാ? ഈ കൊട്ടാരത്തിൽ നീ എങ്ങനെയാ വന്നുപെട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു, അതിനൊക്കെ മുമ്പ് നിങ്ങളാരാന്ന് പറയൂ. പറഞ്ഞു, ഞാൻ എൻ്റെ പേര് പുരഞ്ജനൻ എന്നാണെന്ന്. അപ്പം എൻ്റെ പേര് പുരഞ്ജനി വെച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആരൊക്കെ ഉണ്ടാകൂടെ? എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതെയോ? ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പേടിയില്ലേ? കൂട്ടിന് ആരെങ്കിലും വേണം. അപ്പം ഞാൻ കൂട്ടിന് ഇരുന്നോട്ടെ. ഞാനിതാ ഇങ്ങനെ നല്ലൊരു കൊട്ടാരവും പരിസ്ഥിതികളും നോക്കി നടക്കുകയാണ്. ഓ, സ്വീകരിച്ചു, വന്നോളൂ, ശരിയെന്ന് പറഞ്ഞു. ഇനി ആ ഭൂമിയിലാക്കി 2 പേര് അടുത്ത് ചെന്നു. അപ്പോഴാണ് പിന്നിലൊരു പാമ്പ്, 5 തലയുള്ള പാമ്പ് തലകുത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ പേടിച്ചു. അതിൻ്റെ അപ്പുറത്തായിട്ട് 10 ഭടന്മാരുണ്ട്, ഒരു സേനാനായകനുണ്ട്, പിന്നീട് സൈന്യങ്ങളുണ്ട്. കണ്ടപ്പോൾ പുരജനം പേടിച്ചപ്പോൾ പറഞ്ഞേ, ഇതൊക്കെ എൻ്റെ കാവൽക്കാരാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഉണ്ടാകുന്നുള്ളൂ, വന്നോളൂ എന്ന് പറഞ്ഞു. കടന്നു. പുരഞ്ജനിയായിട്ട് ആ ദാമ്പത്യ ജീവിതം തുടങ്ങി. പുരഞ്ജനി പറഞ്ഞത് പുരഞ്ജനം കിട്ടും. പുരഞ്ജനി വരാത്തൊന്നും പുരഞ്ജനം ചെയ്യില്ല. ചിരിക്കെന്ന് പറഞ്ഞാൽ ചിരിക്കും, ആടെന്ന് പറഞ്ഞാൽ ആടും, ചാടെന്ന് പറഞ്ഞാൽ ചാടും, വന്നെന്ന് പറഞ്ഞാൽ വന്നു. അങ്ങനെ അവളെ രമിപ്പിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ടുകൊണ്ടായി പുരഞ്ജനിയും അനേകാലമായിട്ട് താമസിച്ചു. അവർക്ക് അനേക പുത്രപുത്രങ്ങളൊക്കെ ഉണ്ടായി. ഒരു ദിവസം പുരഞ്ജനി കൂട്ടാതെ 2 രാജാവ് വേട്ടയ്ക്ക് പോയി. പെരുക്കഴിക്കും സൗന്ദര്യ കണക്കായി. പുരഞ്ജനിക്ക് അവളെ ചെന്ന് ആശ്വസിപ്പിച്ചു. ഇനി ആളിൽ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് പുരഞ്ജനി വീണ്ടും സ്വീകരിച്ചു. അവരങ്ങനെ ദാമ്പത്യ ജീവിതം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്രയും നല്ലൊരു കൊട്ടാരം. ആ കൊട്ടാരത്തിൽ ഇതിനും പലരും ഒന്ന് ആക്രമിച്ചിട്ടുണ്ട്, കയറിപ്പറ്റാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ 5 നിലയിലുള്ള പാമ്പും ഭടന്മാരൊക്കെ കൂടി അവർ ഒഴിക്കുക പെണ്ണുണ്ടായിരിക്കുന്നത്. ഇപ്രാവശ്യം ദുർബല എന്ന് പറഞ്ഞിട്ടുള്ള ഒഴുതി വന്നു. അവളത് കയറി. എന്താ സമ്മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇതിൽ തന്നെ താമസിക്കുക എന്ന് പറഞ്ഞിട്ട് കയറി അങ്ങോട്ട് താമസിച്ചു. കർമ്മകളൊക്കെ തുടങ്ങി. കുറേശ്ശെ അത് സഹിക്കുകയാതെ കൊണ്ടിരിക്കുന്നതാണ്. നഗരവേദൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ 720 നല്ല യൂണിഫോമുകളൊക്കെ ഇട്ടിട്ടുള്ള
ഭടന്മാരെയും കൊണ്ടുവന്ന് ആക്രമിക്കാൻ നോക്കുന്നു. ഒരു ഭാഗത്തുകൂടെ മറുഭാഗത്തുകൂടെ പ്രജ്വാലൻ യവനൻ മുതലായിട്ടുള്ളവര് അവർ രണ്ടുപേരും സഹോദരന്മാരാണ്. അവർ വരുന്നു ആക്രമിക്കാനായിട്ട് ഈ കൊട്ടാരത്തെ. ഇവരെല്ലാവരും കൂടി കൊട്ടാരത്തെ ആക്രമിക്കാൻ നോക്കുന്ന സമയത്ത് ഇതുവരെ എത്തിച്ചിരുന്ന അന്ത്യതലയുള്ള പാമ്പിനെ അവരുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ശക്തിയില്ല. കഴിച്ചിരിക്കുന്നു. പല കാലങ്ങളായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇതാ ആരോടും പറയാതെ ആ പാമ്പ് ആ കൊട്ടാരം വിട്ടുപോയി. ഭടന്മാരെ എല്ലാവരും മറ്റുള്ളവർ വധിച്ചു. ഇതാ കൊട്ടാരം അവർ വീടടക്കി. തന്നെ പുറത്താക്കുമെന്ന് പുരഞ്ജന് മനസ്സിലായപ്പോൾ ദുഃഖമുണ്ടായി. അപ്പോൾ ദുഃഖിച്ചത് തന്റെ പത്നിയായിട്ടുള്ള പുരഞ്ജനിയെ ഓർത്തുകൊണ്ട് ദുഃഖിച്ച് മരിച്ചു. എന്തിനും തന്നെയാണോ ആലോചിച്ചുകൊണ്ട് മരിക്കുന്നത് അതായിട്ടായിരിക്കും അടുത്ത ജന്മമെന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞു. പുരഞ്ജനിയെ തന്റെ പത്നിയായിട്ടുള്ള സ്ത്രീയായിട്ടുള്ള പുരഞ്ജനിയെ ധ്യാനിച്ചുകൊണ്ട് മരിച്ചത് കാരണം കൊണ്ട് അടുത്ത ജന്മത്തിൽ ഒരു സ്ത്രീരൂപമായിട്ടാണ് അദ്ദേഹത്തിന് ജനിക്കേണ്ടി വന്നത്. ലബ്ധാരാജാവിന്റെ പുത്രിയായ വൈധവ്യയായിട്ട് ജനിച്ചു. ആ ജന്മത്തിൽ സാത്വികനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ വിവാഹം കഴിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ദാമ്പത്യ ജീവിതം ചെയ്ത് നടക്കുന്ന സമയത്ത് വൃദ്ധാവസ്ഥയായി. കാട്ടിൽ പോയി ഭഗവാനെ തപസ് ചെയ്യാനായിട്ട് പോയി. ഭർത്താവ് തപസ് ചെയ്തു. പ്രതിപതിയായിട്ടുള്ള ഭാര്യയായിട്ടുള്ള വൈധവ്യ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇതാ കാലത്ത് ധ്യാനത്തിലിരിക്കുന്ന ഭർത്താവിനെ ചെന്ന് നോക്കുന്ന സമയത്താണ് മനസ്സിലായത് ഭർത്താവ് മരിച്ചിരിക്കുന്നു, ഭഗവാൻ എത്തിയിരിക്കുന്നു എന്ന്. ഉടനെ തന്നെ ഉദയക്രിയകൾ ചെയ്ത് ചിതയൊരുക്കി ആ ചിതയിൽ സ്വയം ചാടാനായിട്ട് നിൽക്കുന്ന സമയത്താണ് വേറൊരാൾ കൈപിടിക്കുന്നു. എന്നിട്ട് എന്താണ് ഈ ചെയ്യുന്നത് ചോദിച്ചു. അല്ല, ഞാൻ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കാൻ പോവുകയാണ്, എനിക്ക് കാലമുള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിനൊക്കെ നമുക്ക് എന്താ കാരണം ഉണ്ടായത് എന്നെ ഓർമ്മയില്ലേ, എന്നെ നോക്കൂ, നമ്മൾ രണ്ടുപേരും എത്ര സുഖമായിട്ട് ഇരുന്നിരുന്നവരാണ്. എന്നെ വിട്ട് പലതിലും സുഖമുണ്ടായെന്ന് പറഞ്ഞ് ഈ പോയത് കാരണം കൊണ്ടല്ലേ നമുക്ക് ഈ ഒന്ന് രണ്ട് ജന്മങ്ങൾ എടുത്തതും പല ജന്മങ്ങൾ എടുത്തതും ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാനുമുള്ള കാരണം. ഒരു പോവാൻ നമുക്ക് രണ്ടുപേർക്കെന്ന് പറഞ്ഞു. ഓശരിയെന്ന് പറഞ്ഞ് അവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടുപേരും മാനസരോവരത്തിൽ പോയി ഹംസങ്ങളായി ആനന്ദത്തിൽ ജീവിച്ചു എന്നുള്ളൊരു കഥ അവിടെ പറഞ്ഞു. അവരൊക്കെ പ്രാചീന പരിഹിതത്തിൽ പറഞ്ഞ് എന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഭാഗവതത്തിൽ സാധാരണ കഥകൾക്കൊന്നും വ്യാഖ്യാനം എഴുതിയിട്ടില്ല. പുരഞ്ജനോപാഖ്യാനത്തിനാണ് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. ഈ പുരഞ്ജനൻ എന്ന് പറയുന്നത് ഈ ജീവൻ തന്നെയാണ്. അവൻ അന്വേഷിച്ചു പോയിരുന്ന പല പല കൊട്ടാരത്തിൽ താമസിച്ചു എന്ന് പറഞ്ഞത് പല പല ജീവൻ പല പല ശരീരം എടുത്തതിനെയാണ്. 9 വാതിലുകളുള്ള ആ കൊട്ടാരം നമ്മുടെ ശരീരം തന്നെയാണ്. നവദ്വാര പുരേദേഹി നവദ്വാരങ്ങളുള്ള ഈ ശരീരത്തിനെ തന്നെയാണ് കൊട്ടാരമായിട്ട് കാണിച്ചത്. ഇതിൽ പുരഞ്ജനി എന്നുള്ളത് ബുദ്ധിയാണ്. പുരഞ്ജനൻ ജീവാത്മാവ്, അതായത് മനസ്സ്, അതെപ്പോഴും കുടിച്ചിരുന്നത് ബുദ്ധിയോടുകൂടിയാണ്. ഈ മനസ്സ് പ്രവർത്തിക്കുന്നത് ബുദ്ധി പറയുന്നത് മാതിരിയാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സ് അതിനനുസരിച്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. അതാണ് പുരഞ്ജനി പറഞ്ഞത്. പുരഞ്ജനക്ക് എഴുത്ത് നടന്നു എന്ന് പറയുന്നത്. ഇവർക്ക് കാവലായി നിന്ന 5 തലയുള്ള പാമ്പ് നമ്മുടെ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന് പറഞ്ഞ 5 പ്രാണന്മാരാണ്. 10 ഭടന്മാരെ നമ്മുടെ 10 ഇന്ദ്രിയങ്ങളാണ്. അതിൻ്റെ സേനാനായകന്മാര്. അവർക്ക് ഒരുപാട് ചിന്തകളുണ്ട് നമ്മുടെ. അതൊക്കെ തന്നെയാണ് ആ സേനകളായി നമുക്ക് അവിടെ പറഞ്ഞു. അതിനുശേഷം അവര് ഒരിക്കല് പുരഞ്ജനിയെ കൂട്ടാതെ കണ്ട് പുരഞ്ജനൻ നായാട്ടിന് പോയത് ആ സ്വപ്നാവസ്ഥയിലാണ് അവിടെ പറയണത്. ബാക്കിയുള്ള അവസ്ഥകളിലൊക്കെ പുരഞ്ജനയുടെ കൂടെയാണ്. സ്വപ്നാവസ്ഥ പോകുമ്പോൾ സ്വപ്നത്തിൽ ഒറ്റയ്ക്കല്ലേ പോകുന്നത്. പുരഞ്ജനിയെ കൂട്ടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ബുദ്ധി വരുന്നില്ല. അവിടെ മനസ്സ് തന്നെയാണ് പോകുന്നത്. സ്വപ്നം കാണുമ്പോൾ ഇത് വരുന്നില്ല, കൂടെ ബുദ്ധിയില്ല, മനസ്സ് മാത്രമേ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ആ സ്വപ്നാവസ്ഥയാണ് അവിടെ നായാട്ടിന് വേണ്ടി പോയി എന്ന് പറയുന്നത്. വീണ്ടും തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഈ മനസ്സും ചെയ്യും, സ്വപ്നം കണ്ടതും എല്ലാം പിന്നെയും വീണ്ടും ബുദ്ധി പറയുന്നത് തന്നെ കേട്ടു. ബുദ്ധിയുടെ വഴിക്ക് തന്നെ പോകും. അങ്ങനെ പോയി ഇതാ ദുർഭക എന്ന് പറയുന്നത് ജരാന്തരങ്ങളാണ് ബാധിച്ചു. നമ്മളെ വിളിച്ചിട്ടല്ല വരുന്നത്, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ല വരുന്നത്. അങ്ങനെ കയറി വരിക ചെയ്യുന്നത് ജരാന്തരങ്ങൾ അല്ലേ നമ്മുടെ ശരീരത്തിൽ കണ്ടവേക്കാൻ. അതേമാതിരി പ്രജ്വാലൻ, യവനൻ, ഇവരൊക്കെ നമ്മളെ ചന്ദ്രവേദം എന്ന് പറഞ്ഞൊരു കാലമാണ്. ആ കാലത്തിൻ്റെ 720 ഭടന്മാര്, 360 ദിനങ്ങളോ 360 രാത്രികളോ
അതിനെയാണ് എഴുന്നേറ്റ് ഈ ഒരു ഭടന്മാരായിട്ട് വേഷമിട്ട ഭടന്മാരെന്നൊക്കെ പറയുന്നത്. ഈ കാലചുരുമാകുന്ന തണ്ടവേഗം നമ്മൾ എപ്പോഴും ഒന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ഉപദ്രവങ്ങൾ ചെയ്താലും ഈ പ്രാണനാണ് നമ്മളെ നിലനിർത്തുന്നത്. പക്ഷേ ഇതാ ഇപ്പോൾ കുറെ കഴിയുന്ന സമയത്ത് പ്രാണന്റെ ശക്തി ക്ഷയിക്കുന്നു. ആ സമയത്താണ് പ്രജ്വാലൻ വരുന്നത്. ദ്രോഹങ്ങൾ അതിൽ നമ്മൾ വരുന്നതാണ് പ്രജ്വാലൻ. യവനൻ കാലസൂര്യവനാണ്. മൃത്യു ആണ് യവനൻ എന്ന് പറയുന്നത്. അവരിതായി കോട്ടയെ ഈ ശരീരത്തെ കീഴടക്കി ആ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ അനുഭവിച്ച് തീരാത്ത വാസനകൾ കൊണ്ട് പോകുന്ന സമയത്ത് വാസനകൾക്കനുസരിച്ചാണ് അടുത്ത ജന്മമെടുക്കുന്നത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കാരണം ശ്രേഷ്ഠമായിട്ടുള്ള ഒരുത്തിനെ ഭർത്താവായിട്ട് കിട്ടി, ഒരു സത്സംഗം കിട്ടി, ഒരു ഗുരുവിനെ കിട്ടി എന്ന് നമ്മൾ കണക്കാക്കണം. ആ ഗുരുവിലൂടെ ഇതാ ആ കൈ പിടിക്കാനായിട്ട് വീണ്ടും വന്നു ആത്മസുഹൃത്ത്. ഏതൊരു സുഹൃത്തിനെ കിട്ടാമോ ഈ ജീവൻ വന്നത്? ആ സുഹൃത്താണ് പരമാത്മാവും ജീവാത്മാവും കൂടി ആനന്ദമായിട്ട് ആ മാനസതലത്തിൽ അംശങ്ങളായിട്ട് ഇരുന്നിരുന്നതാണ്. പക്ഷേ ആ പരമാത്മാവിനേക്കാൾ വിട്ടു വന്നാൽ ഈ ലോകത്തിലെന്തോ സുഖമുണ്ടായെന്ന് വിചാരിച്ച് ജീവൻ വിട്ടപ്പെട്ടു വരുന്നു. ആ ജീവൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങളെ ഈ കഥകളെല്ലാം പറഞ്ഞുകൊടുത്ത്, താല്പര്യങ്ങളെ പറഞ്ഞുകൊടുത്ത് ആ പരമാത്മാവിലേക്കാണ് എത്തേണ്ടത് എന്നുള്ള വിനാവാഖ്യാനമുള്ള പറഞ്ഞുകൊടുത്ത ഭാഗം വരെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചു നിർത്തിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള പ്രതീകത്തിലുള്ള കഥകള്, പ്രിയപ്രദന്റെ ചരിതങ്ങള്, ഋഷഭദേവന്റെ അവതാരം, ഋഷഭോപദേശം, ഭരതജീവിതത്തിൽ ഭദ്രകാളി പ്രാദുർഭാവം വരെയുള്ള ഭാഗങ്ങളാണ് പഠിച്ച് നമുക്ക് പ്രഭാഷണം ചെയ്യുന്നത്. ആ ഭാഗങ്ങളെല്ലാം പഠിച്ചു തീർന്നതിന് ശേഷം ഏതാണ്ട് ഒരു 5:30 മണിയോടുകൂടി നമുക്ക്, അല്ലെങ്കിൽ 5:45 നമുക്ക് വീണ്ടും പ്രഭാഷണം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ പഠിച്ച ഭാഗങ്ങളും പറഞ്ഞ കഥകളും ഭഗവാന്റെ പ്രസാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീഹരയേ നമഃ. ओम नमो भगवते वासुदेवाय। श्रीमद्भागवते सरस्वती अध्याय श्री कृष्णाय नमः। क्रांतिवाचकवंदे दोषमार्जनं सम्यक् कवेशस्यान्ते नमस्कारोदानाथादवाच पुरुषं सुन्दरं विद्यार्थ्यं यात्मपुरम् एकद्विक्रीतविश्वासभुवान्मगादं